എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ സന്തോഷകരമായ ഒരു ഉടമ്പടി ജീവിതം, അതാണ് ഉടമ്പടി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സന്തോഷകരമായ ഒരു ഉടമ്പടി ജീവിതം. അപ്പോൾ നമ്മൾ ചോദിക്കണമൊക്കെ കിട്ടി അനുഭവിച്ച് സന്തോഷപ്പെടുക മാത്രമല്ല, അത് ഇതിനകത്തൊരു ഭാഗമാണ്. ചില സമയത്ത് ചോദിക്കണ കിട്ടിയില്ലെങ്കിലും കിട്ടുന്നവരെയോ അതില്ലാത്തത് കൊണ്ടോ ഉണ്ടാകാവുന്ന ദുഃഖങ്ങളുടെ മേൽ കർത്താവ് അഭിഷേകം തരും. എൻ്റെ പ്രിയപ്പെട്ടവരെ, എപ്പോഴും ദൈവത്തിൽ നിന്ന് നമ്മൾ ഈശോയുടെ പ്രാർത്ഥനയില്ലേ, ഒരു വല്ലാത്ത പ്രാർത്ഥനയാണ്. എന്താണ്? സ്വർഗസ്ഥനായ അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ. അത് ഓപ്പൺ ടു ദി സ്പിരിറ്റാണ്. ദൈവത്തിൻ്റെ പരിപാലനയ്ക്ക് സ്വയം സമർപ്പിച്ചിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് അതൊരു ആധ്യാത്മിക ലക്ഷ്യം അനോയിൻറ്റിങ്ങാണ്. എല്ലാ വിഷയങ്ങളും അത് ഈ സ്വർഗസ്ഥനായ പിതാവിൻ്റെ വിഷയം എന്ന് പറഞ്ഞത്, ഈ സ്വർഗസ്ഥനായ പിതാവിൻ്റെ പ്രാർത്ഥന ചെല്ലണമെങ്കിൽ ഒരു മിനിമം അനോയിൻറ്റിങ് ഉള്ളവർക്ക് മാത്രമേ ചെല്ലാൻ പറ്റത്തുള്ളൂ. അല്ലാത്തവർക്ക് അക്ഷര ശ്ലോകം പോലെ ഇരിക്കും. വെറുതെ നമുക്ക് 1000 വട്ടം ചെല്ലാവുന്നേ ഉള്ളൂ. സാർ, അതിൻ്റെ ഇൻ കേസ് ചില കാര്യങ്ങൾ ദൈവത്തിൻ്റെ നമ്മൾ ചോദിക്കണ കാര്യങ്ങൾ അത് നമുക്ക് തന്നെ ഭാവിയിൽ അപകടം ഉണ്ടാകുന്നത് കാരണം, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ മനസ്സല്ലെങ്കിൽ നമ്മളെങ്ങനെ സർവൈവ് ചെയ്യണത്? ഈ അനോയിൻറ്റിങ് കൊണ്ടാണ് സർവൈവ് ചെയ്യണത്. അഭിഷേകം എന്നാൽ ദൈവ പദ്ധതികളോട് സഹകരിക്കാനുള്ള നമ്മളുടെ മനസ്സിൻ്റെ ഒരു ഒരുക്കമുണ്ട് ദൈവ പദ്ധതികളോട്. ഞാനിടയ്ക്ക് ആസ്തി ഭദ്രത എന്നൊക്കെ പറയും. ആസ്തി ഭദ്രത എന്ന് പറയണത് നമുക്ക് ലഭിക്കുന്ന ഭൗതിക ആനുകൂല്യങ്ങളുടെ ആകത്തുകയല്ല, മറിച്ച് ദൈവത്തിൻ്റെ ഹിതം മറിച്ചാണെങ്കിൽ അങ്ങയുടെ നാമം പൂജിതമാക്കണമെന്ന് പറയുമ്പോൾ ഒരു വ്യക്തിക്കുണ്ടാകുന്ന ആന്തരിക സന്തോഷമാണ്. ഇപ്പം ഐ കമൻഡ് മൈ സ്പിരിറ്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഓർക്കണുണ്ടോ, ഈശോ ആ പുറത്ത് കാണിക്കുന്ന ഫിസിക്കലായിട്ടുള്ള വോയിസൊക്കെ അകത്തുണ്ടെന്ന്? ഐ ഡോണ്ട് തിങ്ക് സോ. ഈശോ എൻ്റെ ആത്മാവിനെ അങ്ങേക്ക് സമർപ്പിക്കണമെന്ന് പറയുമ്പോൾ ഈശോ അനുഭവിക്കുന്ന അനിർവചനീയമായ ഒരു സന്തോഷമുണ്ട്. എന്താണ്? ഇടയ്ക്കൊക്കെ ഈശോ പറയും, ഇതിനു വേണ്ടിയാണല്ലോ പിതാവേ ഞാൻ ലോകത്തിലേക്ക് വന്നത്. എന്തിനാണ്? അങ്ങയുടെ ഇഷ്ടം നിറവേറ്റാൻ. അതാണ് വിഷയം. മനുഷ്യനെ പ്രാർത്ഥന പഠിപ്പിക്കാൻ വന്നതാ, എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് പഠിപ്പിക്കാൻ. അതായത് ഐ കമൻഡ് മൈ സ്പിരിറ്റ്, എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നുവെന്ന് പറയുമ്പോൾ ഉടൽ മുഴുവനും മുറിഞ്ഞ് കിടന്ന് പറയണതാണത്. അപ്പോൾ ആളിൻ്റെ ഉള്ളിലൊരു ആത്മസംതൃപ്തിയുണ്ട്. പക്ഷേ ഈ സംതൃപ്തിയിൽ നിന്നാണല്ലോ സന്തോഷം വരണത്. സംതൃപ്തിയെക്കുറിച്ച് ഐസയ നന്നായിട്ട് നേരത്തെ ഈ സകലദാസൻ്റെ കഥ പറയുമ്പോൾ ഐസയ പറയുന്നുണ്ട്, അവൻ്റെ തലമുറകളിൽ ജനിക്കാൻ പോകുന്ന, അവൻ്റെ രക്തത്തിൽ ജനിക്കാൻ പോകുന്ന തലമുറകളെ ഓർത്തുകൊണ്ട് അവൻ സംതൃപ്തി അടയുമെന്ന്. Take the word of God. Sudhikita hallelujah. Hallelujah, 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 hallelujah. Hallelujah. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി. യെശയ്യ 53:10-11 തിരുവചനങ്ങൾ. യെശയ്യ 53:10. അവിടുന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത് പാപപരിഹാര ബലിയായി തന്നെ തന്നെ അർപ്പിക്കുമ്പോൾ അവൻ തന്റെ സന്തതി പരമ്പരയെ കാണുകയും ദീർഘായുസ് പ്രാപിക്കുകയും ചെയ്യും. കർത്താവിന്റെ ഹിതം അവനിലൂടെ നിറവേറുകയും ചെയ്യും. തന്റെ കഠിന വേദനയുടെ ഫലം കണ്ട് അവർ സംതൃപ്തനാകും. അതാണ്. അപ്പോൾ അതായത് ഈ ഐ കമൻഡ് മൈ സ്പിരിറ്റ് എന്ന് ഈശോ പറയത്തില്ലേ അവസാനം, എൻ്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുമെന്ന് പറയുമ്പോൾ, ഈ സഹനത്തിൻ്റെ ഉച്ചസ്ഥായിയിൽ നിന്നുകൊണ്ട് ഈശോ അനുഭവിക്കുന്ന ഒരു സന്തോഷം സമർപ്പണത്തിൻ്റെ സന്തോഷമാണ്.
അതിസ്വർഗസ്ഥനായ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഓരോ വ്യക്തിയും കിട്ടിയ അഭിഷേകത്തിൻ്റെ ആധാരങ്ങളാണ്. കൈയടിച്ച് ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദൈവം എന്തിനാണെന്ന് ചോദിച്ചാൽ നമ്മൾക്ക് ഇഹത്തിലും പരത്തിലും ദൈവത്തിൽ സന്തോഷിക്കാനാണ്. അപ്പോൾ എൻ്റെ മക്കൾ മുന്നോട്ട് പോകുമ്പോൾ, ദൈവമായി മുന്നോട്ട് പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, പ്രതികൂല കാലാവസ്ഥയിൽ കർത്താവിനെ പോലെ സന്തോഷിക്കാനും സംതൃപ്തി അടയുവാനും ആവശ്യമായ പരിശുദ്ധാത്മാവിനാൽ. അതാണ് ഈ ഇവിടെ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈശോ ഉണ്ടെങ്കിലും പിന്നെയും ഈശോ പരിശുദ്ധാത്മാവിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ നമ്മൾ പറയും, എന്തിനാ പരിശുദ്ധാത്മാവ്, ഈശോ ഉണ്ടല്ലോ എന്ന് പറയും. ഇല്ലേ, എന്തിനാ പരിശുദ്ധാത്മാവ്? ഈശോ ഉണ്ട്, നമ്മുടെ കാര്യങ്ങളെല്ലാം തിരക്കാനും നോക്കാനും അന്വേഷിക്കാനും ഈശോ ഉണ്ടല്ലോ, പിന്നെ എന്തിനാ പരിശുദ്ധാത്മാവ്? പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ അറിയാമല്ലോ. സ്നേഹം, ആനന്ദം. ടേക്ക് ദി വേർഡ് ഓഫ് ഗോഡ്. ഗലാത്യ 5:22. ഗലാത്യ 5:22. എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഇവയ്ക്കെതിരായി ഒരു നിയമവുമില്ല. അപ്പോൾ നിയമങ്ങളെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായിട്ട് ആദിമസഭ എന്ത് രസകരമായിട്ടാണ് മനസ്സിലാക്കിയത്. കർത്താവ് എന്താ പറഞ്ഞത്? 10 കൽപ്പനകളെ 2 ചുരുക്കാം, അല്ലേ? എല്ലാത്തിനുപരി ദൈവത്തെ സ്നേഹിക്കുക, നിന്നെപ്പോലെ തന്നെ നിൻ്റെ. അപ്പോൾ ഈശോ ഈ 10 കൽപ്പനകളെ 2 ചുരുക്കിയിട്ട് ആദിമസഭ ഈശോനെ അനുഭവിച്ചപ്പോൾ ഈ കൽപ്പനകളെ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായിട്ട് ആണ് അവരനുഭവിച്ചത്. കൽപ്പനകൾ നമ്മളിപ്പോൾ പെന്തക്കോസ്തയിലേക്ക് പോവുകയാണേ. അടുത്ത ആഴ്ചയിൽ നമ്മൾ പെന്തക്കോസ്ത 50-ാം പെരുന്നാൾ ആഘോഷിക്കുകയാണ് സഭ. എന്താ പരിശുദ്ധാത്മ വെളിപ്പെടുത്തുന്നത്? ഈ കൽപ്പനകളുടെ പ്രായോഗിക തലങ്ങളിലുള്ളത് കൽപ്പനകൾ നിറവേറ്റാനും നിറവേറ്റിക്കൊണ്ട് വചനത്തിൻ്റെ ആത്മസംതൃപ്തി അടയുവാനും ഒക്കെ നമ്മളെ സഹായിക്കുന്നത് പരിശുദ്ധ കൽപ്പനകളുടെ പ്രയോഗത്തിലൂടെ നമ്മൾ അനുഭവിക്കുന്നത് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളാണ്. 10 കൽപ്പന ദൈവം സീനായ മലമുകളിൽ വെച്ച് നൽകുമ്പോൾ ഈശോയിലൂടെ നൽകപ്പെടാൻ പോകുന്ന പരിശുദ്ധാത്മാവിൻ്റെ ഈ കൽപ്പനകൾ പാലിക്കുമ്പോൾ ഒരു വ്യക്തിക്ക് നമ്മൾ ഇന്ത്യൻ പീനൽ കോഡിൻ്റെ ഒരു നിയമം അനുസരിക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷയമല്ല ഇത്. നമ്മൾ എന്തെല്ലാം നിയമങ്ങൾ, ഇന്ത്യൻ ശിക്ഷാ നിയമങ്ങളില്ലേ, അപ്പോൾ ഈ ഇന്ത്യൻ ശിക്ഷാ നിയമങ്ങൾ നമ്മൾ ആർക്കും അറിയത്തില്ല. വല്ലൊരു പോലീസുകാർ പിടിക്കുമ്പോഴായിരിക്കും നമുക്ക് ഇന്ന വകുപ്പ് വെച്ച് നമുക്ക് ശിക്ഷയും, പിന്നെ കോടതി ചെല്ലുമ്പോഴാണ് അയ്യോ ഞാനൊരു സമരത്തിൽ പോയിട്ട് അവസാനം ഞാൻ ക്രിമിനൽ കേസിൽ പ്രതിയായി. കോടതി ചെല്ലുമ്പോഴാണ് അറിയണത് ഞാൻ ഇവിടുന്ന് തടി ഊരാൻ പാടാണെന്ന്. ക്രിമിനൽ കേസിൽ പോലീസ് പെടുത്തിയിരിക്കുകയാണ്, ഇപ്പോഴും കേസ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പീനൽ കോഡ് അനുസരിക്കുന്ന പോലെ അല്ല ദൈവകൽപ്പനകൾ അനുസരിക്കുന്നത്. ദൈവകൽപ്പനകളിലെല്ലാം ഇപ്പോൾ പരിശുദ്ധാത്മാവ് എന്താ പറയണത്? പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളുണ്ടെന്നാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആത്മശക്തിയേ ഇറങ്ങിയിൽ വാ, ഇറങ്ങിയിൽ വാ, മഴപോലെ പെയ്തിറങ്ങി വാ, മഴപോലെ പെയ്തിറങ്ങി വാ. പരിശുദ്ധ
പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതായത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഒരു വിഷയത്തിൻ്റെ ആമസോൺ നദിയില്ലേ, ആമസോൺ നദി തെക്കേ അമേരിക്കയിലെ ഒരു നദിയാണ്. ഈ നദി ഒഴുകുന്നതിന് താഴെ കൂടി ആയിരക്കണക്കിന് കിലോമീറ്റർ താഴെ ഭൂമിയുടെ അടിയിൽ കൂടി വേറെ ഒരു ആമസോൺ ഒഴുകുന്നുണ്ടെന്നാണ് പറയണത്. പല നദികൾക്കും അതിൻ്റെ ഒരു അടിനദികളുണ്ടാകും. ഇതുപോലെ എല്ലാ ദൈവവചനങ്ങൾക്കും അടിവചനങ്ങളുണ്ട്. എല്ലാ ദൈവവചനങ്ങൾക്കും അടിവചനങ്ങളുണ്ട്. എപ്പോഴും അതായത് അടിവചനങ്ങളിലൊരു വ്യക്തി തൊടുമ്പോഴാണ് അവൻ്റെ വേര് യഥാസ്ഥാനത്തെത്തുകയും അവിടുന്ന് വെള്ളവും വളവും ഒക്കെ വലിച്ചു കയറ്റി അവൻ സുവിശേഷത്തിൻ്റെ സാക്ഷിയാകുകയും ചെയ്യണത്. നമ്മൾ പലപ്പോഴും അനുഭവിക്കുന്നതും ഈ ബാഹ്യമായിട്ടുള്ള വചനങ്ങളെയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരം ഒരു സാക്ഷ്യമുണ്ട്. ഞാൻ ആ സാക്ഷ്യം ശ്രദ്ധിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു ഈ സാക്ഷ്യം ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ അവർ ആ സാക്ഷ്യം അൺപ്രൊഫഷണലായിട്ടാണ് പറയണത്. ഇങ്ങനെ സാധാരണ ഒരു ഡൊമസ്റ്റിക് വേ ഓഫ് പ്രസൻറ്റിംഗ് ആണ് സ്വാഭാവികമായിട്ട്. പക്ഷെ അവർ സ്കോളർ ലേഡിയാണ്. പക്ഷെ സാക്ഷ്യം പറയുന്നത് പ്രൊഫഷണലായിട്ടല്ല, സാധാരണ ആൾക്കാർ പറയണ പോലെ. പക്ഷെ പറയണതിൻ്റെതൊക്കെ സത്യങ്ങൾ ഭയങ്കരമായിട്ട് ഇങ്ങനെ നല്ല നിധി പോലുള്ള സത്യങ്ങൾ ആ സാക്ഷ്യത്തിലുണ്ട്. അപ്പം അത് കാരണം പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു അതൊന്നും ശ്രദ്ധിക്കണം നല്ലതാണെന്ന് പറഞ്ഞു. അപ്പം ഞാൻ സിസ്റ്ററിന് തോണ്ടിച്ചും പറഞ്ഞ് ഈ സാക്ഷ്യം സെൻഡ് ചെയ്യാൻ പറഞ്ഞോളാൻ പറഞ്ഞു. അപ്പം ആ സാക്ഷ്യം എന്ന് പറയുന്നത് ഇവർ ഒരു ഒമാനിൽ വർക്ക് ചെയ്തൊരു ലേഡിയാണ്. അവരുടെ പേര് രശ്മി തോമസ് പറഞ്ഞു. ഇന്നലെ വൈകുന്നേരം പറഞ്ഞൊരു സാക്ഷിയാണ്. അപ്പോൾ ഇവർ പറയുന്ന കൂട്ടത്തിൽ ഇവർ പറയണത് ഈ വലിയൊരു പ്രശ്നമാണല്ലോ, ഈ പ്രവാസികൾ തിരിച്ചു വരുന്നു. ഇപ്പം നോർക്കായിലൊക്കെ ഇപ്പം നമുക്കിപ്പോൾ ഭരണമായിട്ടില്ലല്ലോ, അത് കാരണം നോർക്കായ് പോലെയുള്ള വിഷയങ്ങൾ അവർക്ക് അതിന് മന്ത്രിയില്ല, ഇപ്പം ഉദ്യോഗസ്ഥന്മാർ മാത്രമേ ഉള്ളൂ. അത് കാരണം യുദ്ധം വന്നപ്പോൾ കുറേ ആൾക്കാർ മലയാളികൾ ഇങ്ങോട്ട് പോരാനുള്ളൊരു പെട്ടുപോയിട്ടുണ്ട്. ഇപ്പം നോർക്കായിലേക്ക് വിളിച്ച് ചോദിക്കുമ്പോൾ അവർ പറയണത് നിങ്ങൾ എംബസിയുമായിട്ട് ബന്ധപ്പെടാനാണ്. ഇപ്പം നോർക്കായിലേക്ക് വിളിക്കേണ്ട കാര്യമില്ലല്ലോ, നേരെ എംബസിയായിട്ട് വിളിച്ചാൽ. ഈ നോർക്കായ്ക്ക് നമ്മൾ എത്രയോ ലക്ഷം രൂപ നികുതി ശമ്പളം കൊടുക്കുന്നുണ്ട്. നോർക്കായിലേക്ക് വിളിച്ചു ചോദിക്കുകയാണ്. ഓരോ കുവൈറ്റുകാരനും ഗൾഫിൽ പെട്ടുപോയ ആൾക്കാരെ വിളിച്ചു ചോദിക്കുകയാണ്. അപ്പോൾ നോർക്കായി എന്ന് പറഞ്ഞ മറുപടി എന്താ, നിങ്ങൾ എംബസിയുമായിട്ട് ബന്ധപ്പെടാൻ വേണ്ടി ഇവർ ഇത്രയും ശമ്പളം മേടിക്കേണ്ട കാര്യമില്ലല്ല. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ നോക്കുകുത്തിയായിട്ട് ഇരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നികുതി പണവും വിഴുങ്ങി നോക്കുകുത്തിയായിട്ടിരിക്കുക. എപ്പോഴും നമ്മൾ ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ ശ്രദ്ധിക്കണം. നിങ്ങൾ ജനങ്ങളുടെ സേവനത്തിന് വേണ്ടി ജനങ്ങൾ അധ്വാനിച്ച പണം നികുതിയായിട്ട് നൽകിയിട്ടാണ് നമുക്ക് ശമ്പളമായിട്ട് കിട്ടുന്നത്. അപ്പോൾ ജനങ്ങളുടെ കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കണം. അതില്ലെങ്കിൽ ഉദ്യോഗസ്ഥ മേഖല ഇരിക്കുന്നവർക്കും അത് പാപകരമായി അവിടെ കൃപ നഷ്ടപ്പെട്ടു. ഇപ്പോൾ നിങ്ങൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്, പക്ഷേ നിങ്ങളൊരു ഉഴപ്പ് ഉദ്യോഗസ്ഥനാണെങ്കിൽ എന്ത് ചെയ്യും? ഉടമ്പടി വർക്ക് ചെയ്യത്തില്ല. നിങ്ങൾ ഉദ്യോഗസ്ഥനാണ്. ഇപ്പോൾ ഒരു ക്രിസ്തു ഹോണറിങ്, ഇപ്പം ക്രിസ്ത്യൻ എന്ന് ഞാൻ പറഞ്ഞില്ല, ക്രൈസ്റ്റ് ഹോണറിങ്, ക്രിസ്തുവിനെ ഹോണർ ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ നിങ്ങളൊരു വലിയ ഏറ്റവും ടോപ്പ് ഉദ്യോഗസ്ഥനായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ക്വാളിറ്റി, ആൾക്കാരുടെ പെരുമാറ്റം, പ്രത്യേകിച്ച് വലിയ വിദ്യാഭ്യാസമൊന്നും ഇല്ലാത്തവരോടുള്ള പെരുമാറ്റം, വലിയ കഴിവും അറിവും ഇല്ലാത്തവരുടെ പെരുമാറ്റം വളരെ ഹൃദ്യമായിരിക്കണം. അതായത് ഒന്നാമത്തെ കമ്മ്യൂണിക്കബിളായിരിക്കണം റിലേഷൻസ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ രശ്മി തോമസിൻ്റെ സാക്ഷ്യത്തിലുള്ളൊരു കാര്യമാണ്. അവർ വിസിറ്റ് അവരുടെ കാരുണ്യ പ്രവൃത്തി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടയം ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ പോയി അവിടെ ഈ പരദേശികളെ താമസിപ്പിക്കുന്ന ഒരു സ്ഥലമുണ്ട്. പരദേശികൾ അഡ്രസ്സില്ല, ആളില്ല. നമ്മളിപ്പോൾ അഡ്രസ്സില്ല, ആളില്ല, ബന്ധുക്കളില്ല, ബൈസ്റ്റാൻഡറില്ല, ഇങ്ങനെ എന്നാൽ മനുഷ്യനാണ്. ഇങ്ങനൊരു സ്ഥലം ആശുപത്രിയിലുണ്ട്. അപ്പോൾ രശ്മി തോമസിൻ്റെ പരിപാടി എന്താ, അവർക്ക് ചോറിൻ്റെ ആവശ്യമില്ല. എന്താണ്,
അവിടെ ഒത്തിരി ഏജൻസീസ് ഉണ്ട്. ഇപ്പോൾ ആശുപത്രിയിലൊക്കെ ഉള്ളൊരു ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി ഏജൻസീസ് ഉണ്ട്. പിന്നെ നമ്മുടെ ഉടമ്പടിക്കാർ എല്ലാ ആതുരാലയങ്ങളും കയറി ഇറങ്ങുകയാണല്ല, എന്തെല്ലാം കൊടുത്തുകൊണ്ടാണ്, എന്തോ ഒരു സംഭവമാണ് ലോകത്ത് നടക്കണത്. ഇപ്പോൾ ഈ ഉടമ്പടി വഴി എല്ലാവരും ഇറങ്ങി പ്രവർത്തിക്കുകയല്ലേ, വലിയ കാരുണ്യപ്രവൃത്തിയാണ് നടക്കുന്നത്, ലോകം മുഴുവൻ നടന്നുകൊണ്ടിരിക്കുന്നത്. എല്ലാ രാജ്യങ്ങളിലും കൃപാസനത്തിൻ്റെ കാരുണ്യപ്രവർത്തിക്കാർ ഉടമ്പടി എടുത്തവർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുടെ സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്കറിയാൻ പറ്റും എന്തോ ഒരു വലിയ കാര്യമാണ് കർത്താവ് നിർവഹിച്ചിരിക്കണമെന്ന്. അപ്പോൾ ഈ രശ്മി തോമസിൻ്റെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ, രശ്മി തോമസ് പറയണത് അവർക്ക് ഈ ഡിസ്ട്രിക്ട് ഹോസ്പിറ്റലിൽ താമസിപ്പിച്ചിരിക്കുന്ന അഡ്രസ്സില്ലാത്ത ആൾക്കാർ, അഡ്രസ്സ് അവർക്കില്ല, അവർക്ക് ഓർമ്മയുമില്ല, അറിയത്തില്ല, ആളുമില്ല, ബസ് സ്റ്റാൻഡറും ഇല്ല, തിരക്കാനുമില്ല, വന്ന് ചോദിക്കാൻ നാട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് ആരും വരാനില്ല. അപ്പോൾ രശ്മി എന്താ ചെയ്യണത്, അവർക്ക് ഭക്ഷണമുണ്ട്, എല്ലാവരും സംഘടനക്കാർ കൊടുക്കും. പിന്നെ ഇവരെന്താ ചെയ്യണത്, ഇവരവിടെ കൂടെ പോയിരുന്നുകൊണ്ട് സംസാരിക്കും. അതാണ് ഈ സംസാരം നിസ്സാരമല്ല. അവിടെ കൂടെ പോയിരുന്നുകൊണ്ട് അവരുടെ വിശേഷങ്ങളൊക്കെ തിരക്കും, അവരുടെ കാര്യങ്ങളൊക്കെ ചുമ്മാ ഒരു കാര്യമില്ല. നമുക്ക് സംസാരിക്കണമെങ്കിൽ ബന്ധം വേണമെന്നില്ല, കർത്താവിനോട് ബന്ധം ഉണ്ടായാൽ മതി, ആരോടും നമുക്ക് സംസാരിക്കാം. സംഭാഷണത്തിൻ്റെ സുവിശേഷം അങ്ങനെയാണ്. നമുക്ക് കർത്താവിനോട് ബന്ധമുണ്ടായി. ഇപ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്, ഞാൻ പരദേശിയായിരുന്നു, അഡ്രസ്സില്ലാത്തവനായിരുന്നു, നിങ്ങൾ എന്നെ വന്ന് സന്ദർശിച്ചു. അതാണ് വിഷയം, സന്ദർശിക്കുകയാണ് കർത്താവ്. ഇതെല്ലാം ഈ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കാൻ പറ്റുന്ന ഒരു ഫോർമാറ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കാരുണ്യപ്രവൃത്തിയെ എങ്ങനെ ഉപയോഗിക്കാവുന്ന ഉടമ്പടിക്കാർ ചിന്തിക്കേണ്ടതാണ്. കാരുണ്യപ്രവൃത്തി നിങ്ങളിപ്പോൾ ചെയ്യണത് ഉടമ്പടിക്ക് വേണ്ടിയാണ് അല്ലേ. ഉടമ്പടിയിലെ മകന് വിസ റദ്ദ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ജർമ്മൻകാർ എൻ്റെ മകനെ അവിടെ താമസിക്കാനുള്ള വിസ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുക്കണം. ആ ഒരു വിഷയത്തിനാണ് ഒരു പ്രാഥമിക ഉടമ്പടിക്കാർ കാരുണ്യപ്രവൃത്തികൾ ചെയ്യണത്. അപ്പം നമ്മുടെ എല്ലാ കാരുണ്യപ്രവൃത്തികളും നമ്മളുടെ ഒരു കാര്യസാധ്യത്തിന് വേണ്ടിയാണ് നിങ്ങൾ ലിങ്ക് ചെയ്തിരിക്കുന്നത്. അത് നിങ്ങളുടെ കുഴപ്പമല്ല, നിങ്ങൾ മനസ്സിലാക്കിയൊരു വിധമാണത്. ഞാനതിന് കുറ്റം പറയണില്ല. നിങ്ങളുടെ കാരുണ്യപ്രവൃത്തികൾ നമ്മൾ ചെയ്യുന്നത് നമ്മളുടെ കാര്യസാധ്യത്തിന് വേണ്ടിയാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോഴുള്ള പ്രശ്നം വെച്ചാൽ കാര്യങ്ങളില്ല എന്നുണ്ടെങ്കിൽ കാരുണ്യമില്ല. അതാണ് ഒരു പ്രശ്നം. അത് കാര്യങ്ങളില്ലെങ്കിൽ, നമുക്ക് കാര്യങ്ങളില്ലെങ്കിൽ കാരുണ്യമില്ല. അപ്പം ക്രിസ്തു അവിടെ ഒരാളല്ല. കാരുണ്യപ്രവൃത്തി ചെയ്യുന്നവർ, ഉടമ്പടി കാരുണ്യപ്രവൃത്തികൾ ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. നമ്മുടെ കാരുണ്യപ്രവൃത്തിയിൽ ക്രിസ്തു കക്ഷിയാണോ എന്ന് ചിന്തിക്കണം. നമ്മുടെ കാരുണ്യപ്രവൃത്തിയിൽ ക്രിസ്തു കക്ഷിയാണോ? പലപ്പോഴും ക്രിസ്തു അതിൻ്റെ അകത്ത് കക്ഷിയല്ല. എന്താണ്, നമുക്ക് ഈ ജപ്തി നടപടിയിലാണ്. ജപ്തി മാറാൻ വേണ്ടി നമ്മൾ കാരുണ്യപ്രവൃത്തികൾ ചെയ്യും. അപ്പം എന്താണ്, നമ്മുടെ കാര്യങ്ങളാണ് കാരുണ്യപ്രവൃത്തിക്ക് നമ്മളെ സഹായിക്കണത്. ഇപ്പോഴെന്താണ് അച്ഛനിലൂടെ ഈശോ പറയണത്, ഈ ഒരു ഇതിൽ നിന്ന് നിങ്ങൾ ഒന്ന് സ്വിച്ച്, വേറെ ഇതിൽ നിന്ന് സ്വിച്ച് മാറ്റി കൊടുക്കണമെന്നാണ് പറയണത്. ചേഞ്ച് ഓവർ സ്വിച്ച് വേറെ സ്വിച്ചിലേക്ക് മാറ്റണം. ഇപ്പം ഞങ്ങൾക്കിവിടെ പല ക്യാമറ ഇല്ലേ, പല ക്യാമറ ഇല്ല, 3 ക്യാമറ ഇരിപ്പുണ്ട്. ഈ 3 ക്യാമറ അവിടെ നിങ്ങൾക്ക് വരുമ്പോൾ എങ്ങനെയാണ്, എല്ലാം എപ്പോഴും ഇങ്ങനെ അച്ഛനാണ് കാണിച്ചുകൊണ്ടിരിക്കണത്? അല്ല, ഇടയ്ക്ക് ദേഷ്യപ്പെടുന്ന കാണിക്കാം. ദേഷ്യപ്പെടുന്ന അതിന് വേണ്ടി കുളിച്ച് ഒരുങ്ങി വളരെ മിടുക്കനായിട്ടാണ് വരുന്നത്. അമ്പിളിക്ക് കുഴപ്പമില്ല, വൃത്തിമേനായിട്ട്. എന്താണ്, ഒരു ക്യാമറ അങ്ങോട്ട് സ്വിച്ച് ഓവർ ചെയ്യും. അപ്പോൾ അത് നമുക്ക് നിർബന്ധമാണ്, നമ്മുടെ ഒരു ഭാഗമാണ്, ശുശ്രൂഷ ഭാഗം. സാധാരണ പാട്ടുകാരെ കാണിക്കാറില്ല, ധ്യാനഗുരുക്കന്മാരെ കാണിക്കത്തുള്ളൂ. നമ്മുടെ കൃപാസനത്തിൽ പണ്ട് മുതലേ ഇങ്ങനെ എനിക്ക് ഭയങ്കര പാട്ടുകാരെ ഇഷ്ടമായത് കാരണം ഞാൻ ഈ പാട്ടുകാരെ ഒന്ന് ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടി ഇടയ്ക്ക് ഒരു ക്യാമറ അവർക്ക് കൊടുക്കും. അപ്പം അങ്ങനെ നിങ്ങളിലേക്ക് തരും. സ്തുതിപ്പ് കൂടുമ്പോൾ കൊച്ചുകൂട്ടൻ നിങ്ങളിലേക്ക് തിരിച്ചു വെക്കണം കാണാം. അപ്പോൾ അങ്ങനെ തിരിച്ചു വെക്കുമ്പോൾ നിങ്ങളെ കാണിക്കും ടി വിയിൽ. അതെന്താ, പക്ഷേ സ്വിച്ച് വേറെയാണ്. അവിടെ ഒരാൾ ഇരിപ്പുണ്ട് കൺട്രോൾ റൂമിൽ. അയാൾ ക്യാമറ എങ്ങോട്ട് തിരിയുന്നു അങ്ങോട്ട് സ്വിച്ച് ഓവർ ചെയ്യും. അങ്ങനെയാണ് ആ സാധനം ഇടയ്ക്കിടയ്ക്ക് പല സംഭവങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മൾ. അപ്പം അതുപോലെ തന്നെ നമ്മൾ ഇപ്പോഴും കാരുണ്യപ്രവൃത്തിയെല്ലാം സ്വിച്ച് ചെയ്തിരിക്കുന്നത് നമ്മുടെ കാര്യവുമായിട്ടാണ്. നമുക്കുള്ള കാര്യം നേടാൻ വേണ്ടിയാണ് നമ്മൾ ആ ഇന്ന കാര്യം നേടാൻ വേണ്ടി ഞാൻ ഇന്ന കാരുണ്യപ്രവൃത്തി ചെയ്യുന്നു.
ഇനി ഇതിൻ്റെ സ്വിച്ച് ഓവർ ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് പരിശുദ്ധാത്മാവ് നിറയാൻ വേണ്ടി കാരുണ്യ പ്രവൃത്തി ചെയ്യണം. ഇപ്പം നമ്മൾ പെന്തക്കോസ്തയിലേക്ക് പോകുകയല്ലേ. അപ്പം ഇനി ഇപ്പം ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളിൽ നിന്ന് സ്വിച്ച് മാറ്റിയിട്ട് പരിശുദ്ധാത്മാവിൻ്റെ നിറയാൻ വേണ്ടി, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ നിറയാൻ വേണ്ടി, പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടയിൽ പ്രവർത്തിക്കാൻ വേണ്ടി. ഇപ്പോൾ കരസ്യമായ ധ്യാനത്തിൻ്റെ ഒരു പോരായ്മ എന്ന് പറയണത് പരിശുദ്ധാത്മാവ് ധ്യാനത്തിൻ്റെ പ്രാരംഭ ധ്യാനത്തിൻ്റെ പോരായ്മ എന്താ? പ്രാരംഭ ധ്യാനം കഴിഞ്ഞപ്പോൾ എന്തിനാ വളർച്ചാ ധ്യാനം കൂടണം നമ്മൾ? പ്രാരംഭ ധ്യാനത്തിന് ചില പരിമിതികളുണ്ട്, പോരായ്മ ഒരു പരിമിതിയുണ്ട്. എന്താ കാര്യം? അവിടെ പരിശുദ്ധാത്മാവിനെ കിട്ടാൻ വേണ്ടി 10 ദിവസത്തോട് ചോദിക്കും, 10 ദിവസം ശ്രീകായി ഞങ്ങൾക്ക് ഈ പരിശുദ്ധാത്മാവിനെ കിട്ടാൻ ഞങ്ങൾ എന്ത് ചെയ്യണം? അപ്പോൾ പരിശുദ്ധാത്മാവിന് ആ സമയത്ത് ഇവരെല്ലാം ബേസിക് ആയിട്ടുള്ള ആൾക്കാരാണ് നിൽക്കുന്നത്. ഇതുമ്മയക്കാർ, പേർത്തയക്കാർ, അങ്ങനെ റോമക്കാർ, കുറേ ഗ്രീക്കുകാർ, കുറേ ഇപ്പോൾ ഉണ്ട്. അവരാ ചോദിക്കുന്നത് ഈ പരിശുദ്ധാത്മാവിനെ കിട്ടാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറയാം. അപ്പോൾ പരിശുദ്ധാത്മാവിനെ കിട്ടാൻ വേണ്ടി കാരുണ്യപ്രവൃത്തി ചെയ്യണമെന്ന് 10 ദിവസം പറയത്തില്ല. അതിൻ്റെ പ്രിലിമിനറി നോഷനാണ് കൊടുക്കുന്നത്. എന്താ ചെയ്യണത്? നിങ്ങൾ പശ്ചാത്തപിക്കുക. അതാണ് സംഭവം. അല്ലേ? അപ്പോൾ 2:38 എടുത്ത് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോസ്തല പ്രവർത്തനങ്ങൾ 2:38. അപ്പോസ്തല പ്രവർത്തനം 2:38. പത്രോസ് പറഞ്ഞു, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ, പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. പരിശുദ്ധാത്മാവിന്റെ ദാനം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ പരിശുദ്ധാത്മാവിന് നിങ്ങൾ രണ്ട് കാര്യങ്ങൾ 10 ദിവസം പറയുന്നുണ്ട്. എന്താ പറയണത്? പരിശുദ്ധാത്മാവിനെ കിട്ടാൻ 2 കാര്യങ്ങൾ. നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. ഒന്ന് പറഞ്ഞേ, നിങ്ങൾ പശ്ചാത്തപിക്കുവിൻ. ഉടമ്പടി പിന്നെ അത് പറയേണ്ട കാര്യമില്ല. കാര്യം പശ്ചാത്താപം ഇല്ലാത്തവരാരും ഉടമ്പടി എടുക്കണില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ധാരണ. ഇനി കഥ അറിയാതെ ആട്ടം കാണുന്നവരുണ്ട്, അവരെക്കുറിച്ച് പിന്നെ നമുക്ക് റെഫർ ചെയ്യേണ്ട കാര്യമില്ല. അവർ ഉടമ്പടി എടുക്കുക, കുറച്ച് വർക്ക് ചെയ്യുക, അവർ പോയിക്കൊള്ളും. കുറച്ച് ചെയ്യുമ്പോൾ ഒന്ന് പുതുക്കണ മുമ്പ് തന്നെ മിക്കവരും പോകും അവർ. കാര്യം അവർ കഥ അറിയാതെ ആട്ടം കാണുന്നവരാണ്. പക്ഷെ കഥ അറിഞ്ഞ് ഈ വിഷയത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്, ഇതിനകത്ത് നിക്ഷേപിക്കുന്നവരുണ്ട്. ഈ ഷെയർ മാർക്കറ്റിലൊക്കെ കളിക്കുമ്പോൾ അവർക്കറിയാൻ പറ്റും ഏത് ആളുടെ ഇതാണ് കൂടുന്നതെന്ന് അറിയാൻ പറ്റും, ഏത് കമ്പനിയുടെ ഷെയറാണ് ഇനി കൂടാൻ സാധ്യതയുള്ളതെന്ന് അവർക്ക് നല്ലോണം അറിയാൻ പറ്റും. അപ്പോൾ ചില ആൾക്കാർക്ക് കൃത്യമായിട്ട് അറിയാം എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ചില ആൾക്കാർ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്യും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കാനുള്ള ഒരു അനുകൂല സാഹചര്യമോ അന്തരീക്ഷം ഉണ്ടാക്കുകയാണ്. നിങ്ങൾക്കറിയാമല്ലോ, അരുവ തേക്കുന്നത് പോലെ ഈ കൊയ്ത്ത് കൂട്ടണ പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് അരുവ ഈ വരമ്പത്തിരുന്ന് തേച്ച് മിനിക്കണത്. അപ്പം നിങ്ങളവർക്ക് എല്ലാവരും ഇപ്പം നിങ്ങളെ പാടത്തേക്ക് നോക്കുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് പാടവും ഇല്ല ഒന്നുമില്ലെന്ന്. പക്ഷേ എന്നാലും കിഴക്കൻ നാട്ടിലൊക്കെ പാടം കണ്ടായിരുന്നു. ഞാൻ ആലപ്പുഴ മാത്രമേ ഇവിടെ അസ്തമിച്ചിട്ടുള്ളൂ. കുട്ടനാട്ടിൽ പാടമുണ്ട്, ഇപ്പോഴും ഉണ്ട്. എനിക്ക് സന്തോഷമാണ്. എനിക്ക് അവരോട് സന്തോഷമല്ല, പാടങ്ങൾ സൂക്ഷിക്കുന്നവരോടും വിതക്കുന്നവരോടും കൊയ്യുന്നവരോടും എനിക്ക് ദൈവത്തോട് അവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എന്താണെന്നറിയാമോ? നിങ്ങളുടെ അധ്വാനത്തിന് പറ്റിയ പണം നിങ്ങൾക്ക് കിട്ടാൻ. കർഷകൻ പോയാൽ കമ്പ്യൂട്ടർ കടിച്ചു തിന്നുവാ നമ്മളില്ലല്ലോ. കർഷകൻ പോയാൽ തീർന്നില്ലേ, ജീവിതം തീർന്ന്. കമ്പ്യൂട്ടർ കടിച്ച് എപ്പോഴും കാർഷിക മനസ്സെന്ന് പറയണത് ദൈവം നിലനിൽപ്പിന് വേണ്ടി തന്ന സാധനമാണത്. കാർഷിക മനസ്സ് അത് ഒരു 3 സെൻറ്റ് സ്ഥലമാണുള്ളതെങ്കിലും നിങ്ങൾ ഇപ്പം നിങ്ങൾ നോക്കിയേ, കൃപാസനത്തിന് ഒരു സ്ഥലം അപ്പുറത്തുണ്ട് അല്ലേ, നമ്മുടെ നിങ്ങൾ വാഹനം പാർക്ക് ചെയ്യുന്ന എന്തെല്ലാം സാധനം അവിടെ വെച്ചിട്ടുണ്ട്. ലോകത്തുള്ള എല്ലാ സാധനവും ഉണ്ട്. കപ്പ, കാച്ചിൽ, ചേമ്പ്, എല്ലാ സാധനവും ഓരോ വ്യത്യസ്തമായ ഫലമൂലാദികൾ എല്ലാം ചുടിപ്പിക്കുകയാണ്. കാർഷികത എന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ ഇടയ്ക്ക് പോയി നോക്കിപ്പോയി അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കും. പിന്നെ നല്ല വർക്കേഴ്സ് ഇവിടെ ഇതിൻ്റെ മാനേജർ ഉൾപ്പെടെ ഉള്ളവരെല്ലാം ഇതിനെ നോക്കിക്കണ്ട് ചെയ്യാൻ പറ്റിയ ആൾക്കാർ കുറച്ചേ ഉള്ളെങ്കിലും നല്ല ഇടിവെട്ട ആൾക്കാരുണ്ട് ഇതിൻ്റെ അകത്ത്. അതുകൊണ്ടാണ് ഇത് നന്നായിട്ട് മാതാവിൻ്റെ സ്ഥലം ഭംഗിയായിട്ട് കൊണ്ടുപോകണത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ,
ഹല്ലേലൂയ 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 യേശുവേ നന്ദി ഹല്ലേലൂയ 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 യേശുവേ ആരാധന. അപ്പോൾ പരിശുദ്ധാത്മാവ് നിറയാനുള്ള പ്രൈമറി കണ്ടീഷൻ പത്രോസിന് കൊടുത്ത വെളിപാട് നിങ്ങൾ പശ്ചാത്തപിക്കുമെന്നാണ്. രണ്ടാമത്തെ കണ്ടീഷൻ എന്താ? ആ 2:38 വായിച്ചേ. പാപമോചനത്തിനായി നേരിട്ട് പറഞ്ഞേ. പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. സ്നാനം സ്വീകരിക്കുവിൻ. അതാണ് പ്രശ്നം. നിങ്ങൾ ഓർക്കുന്ന വെള്ളം കോരി ഒഴിക്കുന്ന വിഷയമാണെന്ന് വിചാരിക്കുന്നത് തലയിൽ. അതല്ല വിഷയം. ഒന്ന് പറഞ്ഞേ, ഒന്ന് വായിച്ചേ. പാപമോചനത്തിനായി എല്ലാവരും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. അപ്പൊ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവിൻ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ എന്താ പറയുന്നത്? നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരു ഗ്ലാസ് പച്ചവെള്ളമാണ് കൊടുത്തതെങ്കിലും നിങ്ങൾക്ക് പ്രതിഫലം സിദ്ധിക്കും. അതൊരു ജ്ഞാനസ്നാനമാണ്, കാരുണ്യപ്രവൃത്തി. നമ്മൾ ജലസ്നാനം സ്വീകരിക്കുകയും വിശ്വാസസ്നാനം സ്വീകരിക്കുകയും ചെയ്യുന്ന കണ്ടിന്യൂഷനാണ് കാരുണ്യപ്രവൃത്തിയിലൂടെ പുഷ്കലമാകുന്നത്. കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഈ നടപടി പുസ്തകത്തിൻ്റെ 2:38 പറയുന്ന നിങ്ങൾ പറഞ്ഞേ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നാനം സ്വീകരിക്കുവേൻ. അപ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ പരിശുദ്ധാത്മാവിനെ ഇങ്ങനെ തുടർച്ചയായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന സ്നാനം എന്ന് പറഞ്ഞാൽ എന്താ? പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾക്ക് അധിഷ്ഠിതമായിക്കൊണ്ട്. പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്? ഗലാത്യർ 5:22 എന്താണ്? സ്നേഹം, ആനന്ദം, ക്ഷമ. അപ്പം അവിടെ ക്ഷമ ഒന്നില്ലേ? അപ്പം നിങ്ങൾ ആരോടും മിണ്ടാണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ക്ഷമിച്ചാൽ അപ്പം പരിശുദ്ധാത്മ അലോട്ട് ചെയ്യുന്നതാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളെ തുടർസ്നാനത്തിന് നമ്മളെ സഹായിക്കുന്നതാണ്. തുടർസ്നാനം എന്ന് പറയുന്നത് എന്താണ്? ക്രിസ്തീയ സാക്ഷ്യ ജീവിതം പരിശുദ്ധാത്മാവിൻ്റെ അണമറിയാത്ത സ്നാനത്തിൻ്റെ ആകത്തുകയാണ്. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. അപ്പോൾ ഈ രശ്മി തോമസിൻ്റെ ജ്ഞാനസ്നാനങ്ങൾ, രശ്മി തോമസ് എന്ന് ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലേ, അവരുടെ ജ്ഞാനസ്നാനങ്ങൾ തുടർസ്നാനങ്ങൾ ഭയങ്കര രസമാണ്. അവരുടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ അവർ ഈ മേൽവിലാസങ്ങളില്ലാത്ത, ബന്ധുക്കളില്ലാത്ത, ബൈസ്റ്റാൻഡർ ഇല്ലാത്ത ആൾക്കാരോട് അവരോട് പോയി സമയങ്ങളെടുത്ത് അവരോട് സംസാരിച്ചുകൊണ്ടേയിരിക്കാം. അവർ സംസാരിക്കുമ്പോൾ എന്താ സംഭവിക്കണത്? അവർക്ക് ആരോ ഈ ഭൂമിയിലുണ്ട്, പിടിച്ചു നിൽക്കാൻ ആരോ ഉണ്ടെന്നൊരു ആത്മവിശ്വാസം അവർക്ക് കിട്ടും. അപ്പം നിസ്സാര കാര്യമല്ല. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, ഞാൻ പരദേശിയായിരുന്നു, നിങ്ങളെന്നെ സന്ദർശിച്ചു. അപ്പോൾ ഉടമ്പടിയുടെ സ്വിച്ച് ഓവർ ചെയ്യണത് എങ്ങനെയാണ്? ഉടമ്പടി നിങ്ങൾ ജപ്തി നടപടി, മകളുടെ കല്യാണം, മകൻ്റെ വിസ പുതുക്കൽ, ആ ഒരു ഇൻഡസ്ട്രിയിൽ നിന്ന് സ്വിച്ച് ഓവർ ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഞാൻ ഉടമ്പടി ജീവിക്കണത് പരിശുദ്ധാത്മാവിൽ നിറയാനാണ്. ഇത് പറഞ്ഞ് ഞാൻ ഉടമ്പടി ജീവിക്കാൻ പോകുന്നത് പരിശുദ്ധാത്മാവിന്റെ ഫലങ്ങളിൽ
തുടർ സ്നാനം സ്വീകരിക്കുന്നതിനായി കർത്താവേ, ഈ പെന്തക്കോസ്ത മഹോത്സവത്തിലെ അങ്ങ് ഞങ്ങളെ ഒരുക്കണമേ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ജീവിതത്തിൻ്റെ ഭൗതിക തലങ്ങളെ കുറിച്ച് അമിത ആസക്തിയില്ലേ, അത് അപകടം ചെയ്യും. അങ്ങനെയുള്ളവർക്ക് ദൈവത്തെ കണ്ടുമുട്ടാനും പാടായിരിക്കും. ജീവിതത്തിൻ്റെ ഭൗതിക തലങ്ങളെക്കുറിച്ചുള്ള അമിത ആസക്തി, ഒരു മിനിമം ആസക്തി നമുക്ക് വേണം. കാരണം ജീവിക്കാൻ വേണ്ടി നമുക്ക് ജീവിക്കാനും ജോലി ചെയ്യാനും വളരാനുമൊക്കെ ദൈവം ഓരോരുത്തർക്കും ഓരോ പൊട്ടൻസി സാധ്യത കൊടുത്തിട്ടില്ലേ, അതൊക്കെ നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യണം. പക്ഷേ ചിലർക്ക് അമിത ആസക്തിയാണ്. അമിത ആസക്തി ചില സമയത്ത് ആക്രാന്തം മൂത്ത് ഭ്രാന്ത് വരുമല്ലേ. അപ്പം അങ്ങനെ വരും ശരിക്കും. ഇപ്പം നിങ്ങളെപ്പോഴും ഇപ്പോൾ ഈ ടൈറ്റാനിക്കൊക്കെ അഭിനയിച്ച റോസില്ലേ, അവർ 97 അവർ ലോകത്തിലെ ഒരു ലോകസുന്ദരിയെ പോലെ അതിനകത്ത് അഭിനയിച്ചത്. ഇന്നിപ്പോൾ അവിടെ സ്ഥിതി കണ്ട. ഞാനതിനെക്കുറിച്ച് പറയണില്ല, അത്രയേ ഉള്ളൂ മനുഷ്യൻ. അതായത് വളരെന്തോറും തളരുമെന്ന് പറയുന്ന പോലുള്ള പരിപാടിയാണ്. ഈ ലോകത്തിലുള്ള എല്ലാ ഭൗതികമായ ആനുകൂല്യങ്ങളും അത് നമ്മൾ എത്ര വൃത്തിമനമായിട്ട് ജീവിച്ചാലും ഇതിനെല്ലാം ഒരു ടൈമുണ്ട്. ആ ടൈം കഴിയുമ്പോൾ നമ്മൾ എങ്ങനെ കെട്ടിപ്പിടിച്ചാലും ഈ സാധനം നിൽക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് ശാശ്വതമായും നമ്മുടെ കൂടെ ഇല്ലാത്ത വിഷയത്തിനെ നിലനിർത്താൻ വേണ്ടി നമ്മൾ ഒത്തിരി ആക്രാന്തം കാണിച്ചിട്ടും വേസ്റ്റ് ഓഫ് ടൈമാണ് വരണത്. അത് കൈവിട്ട് പോകും. നമ്മൾ എത്ര ഇതാണെങ്കിലും കുറച്ച് കഴിയുമ്പോൾ കൈവിട്ട് പോകും. അപ്പം അതുകൊണ്ട് എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പല സമയത്ത് ടൈം ഇൻവെസ്റ്റ് ചെയ്യണില്ലേ. പ്രാർത്ഥന പോലും മുടക്കി, കുർബാന പോലും മുടക്കി ഓരോ കാര്യം നേടാൻ വേണ്ടി നമ്മൾ അതിനു വേണ്ടി എൻ്റെ പുറകെ തൂങ്ങി നടന്നത് കിട്ടിയില്ലെങ്കിൽ മാറിക്കിടന്ന് 2-3 ദിവസമൊക്കെ ആരോടും മിണ്ടാതെ മാറിക്കിടന്ന് നിലയം പിടിച്ച് കിടക്കണില്ലേ. ഈ മനുഷ്യന്മാരൊക്കെ ഒരു ഭയങ്കര ഈ നിരീശ്വരന്മാരെ ഒക്കെ അവർ പ്രഖ്യാപിക്കുന്നുണ്ട് അവർ നിരീശ്വരന്മാരാണെന്ന്. അപ്പോൾ നമുക്ക് അവരോട് ഒരു മാന്യത തോന്നും. അവരെ പ്രഖ്യാപിച്ചല്ലോ. കാര്യം അവർ ഈ കാഴ്ചപ്പാട് തോറ്റുപോയവരാണ്. കാര്യം എന്താണ്, ഇവിടെ ജീവിച്ചിട്ട് ഒരിക്കലും ഈശ്വരനെ കണ്ടെത്താൻ അവർക്ക് കഴിഞ്ഞില്ല. അത് തോൽവിയല്ലേ ശരിക്കും. അതിനേക്കാൾ വലിയ തോൽവി എന്തുണ്ട്? നമ്മളെപ്പോലുള്ളൊരു മനുഷ്യർ നിരന്തരം കർത്താവിനെയും കണ്ട് കർത്താവിൻ്റെ കൂടെ ജീവിച്ച് ജീവിതം അങ്ങോട്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുക. അപ്പോൾ ഈ ഭൂമി കുറേ പേര് ദൈവത്തെ കണ്ടില്ലെന്ന് പറയുമ്പോൾ എന്തൊരു ജന്മന അന്ധന്മാരല്ലേ ശരിക്കും പറഞ്ഞ്. എന്നാലും അവർ അന്ധന്മാരാണെന്ന് പറയുന്നുണ്ടല്ലോ, ഞങ്ങൾ നിരീശ്വരന്മാരാണെന്ന് അവർ പറയുന്നുണ്ടല്ലോ. അത്രയും മാന്യതയുണ്ട്. ഇവിടുത്തെ പ്രശ്നം എന്താ? പ്രാക്ടിക്കൽ എത്തൈസമാണ്. ഈശ്വരനിൽ വിശ്വസിക്കുകയും ചെയ്യും. എന്തെങ്കിലും ഇവർ ആക്രാന്തം മൂത്ത് ചോദിച്ച കാര്യം കിട്ടിയില്ലെങ്കിൽ ഭ്രാന്ത് പിടിച്ച് മുറി കമന്ന് കിടക്കുകയും ചെയ്യും. ഈ കമന്ന് കിടക്കുന്ന പാർട്ടിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ നിരീശ്വരവാദി. ഒരു സംഭവം ദൈവം നമ്മൾക്ക് ചോദിക്കണ കിട്ടിയില്ലെങ്കിൽ നമ്മളുടനെ കമന്ന് കെട്ടിലേക്ക് കിടക്കും. ഊണും കഴിക്കത്തില്ല. എനിക്ക് വേണ്ടെന്ന് പറയും. അല്ല, നീ വന്ന് കഴിക്ക്, ഈ രോഗം ഇങ്ങനെയാണ്, കുറച്ച് കഴിയുമ്പോൾ എല്ലാം ശരിയാകും എന്ന് പറഞ്ഞ് പിന്നെ ഇവന് ഭൗതിക ആനുകൂല്യത്തിൻ്റെ തന്നെ ഇൻസെൻറ്റീവ് കൊടുത്തുകൊണ്ട് ഇവൻ്റെ അമ്മ പൊക്കിക്കൊണ്ട് വരും. അപ്പോഴും ദൈവത്തെക്കുറിച്ച് ആ പണ്ടാരം പറയത്തില്ല. നിനക്ക് ഈ ജോലി ഈ പെണ്ണ് പോയാൽ മറ്റേ പെണ്ണ് കിട്ടുമെന്നാണ് പറയണത്. ഒരു പ്രേമം പോകുമ്പോൾ കമന്നടിച്ച് കിടന്ന് നിലവിളിക്കുമോ ചില അവളന്മാർ നിലവിളിക്കും, ചില അവന്മാർ നിലവിളിക്കും. അപ്പോൾ അമ്മ വന്ന് ചോറുണ്ണാൻ വിളിക്കുമ്പോൾ എനിക്ക് വേണ്ടെന്ന് പറയുമ്പോൾ അമ്മ എന്താ തിരിച്ച് പറയണത്? ആൻറ്റി, എടാ ഈ പെണ്ണ് പോയാൽ വേറെ പെണ്ണെ കിട്ടും എന്നല്ലേ പറയണത്. ഇത് പറഞ്ഞുകൊണ്ടാണ് ഒരാളെ പൊക്കിക്കൊണ്ട് വരേണ്ടത്. അപ്പോൾ ഭൗതിക കാര്യങ്ങളുടെ തോൽവിക്ക് അതിനേക്കാൾ ഭൗതികമായൊരു കാര്യം പറഞ്ഞു കൊടുത്തുകൊണ്ട് ആണ് അയാളെ പൊക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഉടമ്പടിയിലാണോ? ഉടമ്പടി എന്ന് പറയുന്നത് ഈ രശ്മി തോമസിൻ്റെ ഒരു സാക്ഷിയുണ്ട്. രശ്മി തോമസ് അങ്ങനെ ഇരിക്കുമ്പോൾ രശ്മി തോമസ് മാതാവിനോട് ചോദിക്കും, ആം ഐ ഇൻ കവനൻറ്റ്? ഞാൻ കവനൻറ്റിലാണോ?
എന്താ വെച്ചാൽ എന്താ പ്രശ്നം വെച്ചാൽ അവർക്കൊരു ജോലി കിട്ടി. ആ ജോലി നടത്തിക്കൊണ്ട് പോകുന്നതിന് ഉടമ്പടി തടസ്സമാണ്. ആ ജോലിക്ക് പോകാനും ആ ജോലിയുടെ കാര്യം നിർവഹിക്കുന്നതിനും ഉടമ്പടി തടസ്സമാണ്. അപ്പോൾ ഇവളൊരു സംഘർഷത്തിലാവും. എന്നിട്ട് ഇവർ തന്നെ അമ്മയോട് പറയും, അമ്മേ, ആം ഐ ഫോർ കവനൻറ്റ് ഓർ ഫോർ മേരി? അല്ലെങ്കിൽ ഞാൻ ഈ ഉടമ്പടിക്ക് വേണ്ടിയാണോ അതോ ജോലിക്ക് വേണ്ടിയാണോ? എനിക്ക് ജോലി ഇല്ലെങ്കിലും ഉടമ്പടി മതിയോ, ഉടമ്പടി ഇല്ലെങ്കിലും ജോലി മതിയോ? അതാ ചോദ്യം. ഇവർ ചുമ്മാ ഇങ്ങനെ പറഞ്ഞു പോയതാ. പക്ഷേ പരിശുദ്ധാത്മാവിനെ പറഞ്ഞ് ദാറ്റ്സ് എ പോയിൻ്റ് എന്ന്. എന്താണ് ഇവരോട് തന്നെ ചോദിക്കണത്? എന്താണ്? ഒരു ജോലി അവർക്ക് കിട്ടി. ആ ജോലി കിട്ടിയപ്പോൾ അവർ കെട്ടിലായി. എന്താ കാര്യം? അവർക്ക് ഉടമ്പടി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റണില്ല. അപ്പോൾ ഇവർ മാതാവുമായിട്ടിരിക്കുകയാണ്. കാരണം മാതാവിന് ഇവർ ഉടമ്പടി എടുക്കണ മുമ്പ് ഇവർ മാതാവിൻ്റെ ആളാണ്. കാര്യം ഒമാനിൽ ഇവർ നേഴ്സിംഗ് പ്രൊഫസറായിരുന്നു. ഒമാനിൽ 25 കൊല്ലമായിട്ട് നേഴ്സിംഗ് പ്രൊഫസറാണ്. അവിടെ നേഴ്സുമാരെ പഠിപ്പിക്കുന്ന പരിപാടിയായിരുന്നു. അപ്പോൾ ഒമാനിൽ പള്ളിയില്ല. പള്ളിയില്ലാതെ വന്നപ്പോൾ എന്ത് ചെയ്യും? പള്ളിയില്ല, അതുകൊണ്ട് കുർബാനക്ക് പോയില്ല. എന്തുമാത്രം ക്രിസ്ത്യാനികളാണ് അവിടെ. പള്ളിയില്ലെന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിന് ജാക്കി വെക്കുന്ന ആൾക്കാർ. പള്ളിയില്ല, ഞങ്ങൾ എന്തും കുർബാനക്ക് പോകാത്തത്? പള്ളിയില്ലാത്തതുകൊണ്ട് പോണില്ല. അപ്പോൾ ദൈവത്തിൻ്റെ കണ്ണി വളരെ സുന്ദരമായിട്ട് രീതിയിൽ പൊടിയിടാൻ പറ്റുമല്ലോ. പക്ഷേ ദൈവത്തിൻ്റെ പ്രശ്നം പണ്ട് മുതലുള്ള സംഭവം, ദൈവം ഈ സാധാരണ മനുഷ്യരെയും പരമാർത്ഥ ഹൃദയരെയും തമ്മിൽ തിരിക്കും. ഈശോ വന്നപ്പോൾ ആ തിരിവിന് മാറ്റമൊന്നുമില്ല. എന്താ കാര്യത്തിൻ്റെ? ഹൃദയശുദ്ധിയുള്ളവർ ദൈവത്തെ കാണും. അതാണത്. അതായത് നമുക്ക് വേണമെങ്കിൽ ദൈവത്തിൻ്റെ കണ്ണിപ്പൊടി ഇടാം. ഒമാനിൽ പള്ളിയില്ല, അതുകൊണ്ട് ഞാൻ കുർബാനക്ക് പോയില്ല. അപ്പോൾ ദൈവത്തിന് വല്ലതും ചെയ്യാൻ പറ്റുമോ? ദൈവം പള്ളി കൊണ്ടെന്ന് വെച്ചാൽ ഞാൻ കുർബാനക്ക് പോകാം. ഇവർ പള്ളി വെച്ച് കൊടുത്താലും പോകത്തില്ല, അത് വേറെ വിഷയം. പക്ഷെ പറഞ്ഞു നിൽക്കാനും തരികിട പറയാനും ഉടായ്പ പറയാനും ഒരു പ്രശ്നവുമില്ല. പക്ഷേ രശ്മി തോമസ് എന്താ ചെയ്യണത്? ഇവിടെ പള്ളിയില്ല, പക്ഷേ ഞാൻ പള്ളി ഉണ്ടായിരുന്ന കുർബാനക്ക് പോയേനും. അതുകൊണ്ട് ആ കുർബാന ടൈമിൽ ഇരുന്നുകൊണ്ട് അഖണ്ഡ ജപമാല 1000 മണി ചെല്ലും. അതാണ് വിഷയം. അവർ ഉടമ്പടി എടുത്തിട്ടില്ലേ? അവർ ഒമാനില്ലേ, പള്ളിയില്ല, അതുകൊണ്ട് അവിടെ കുർബാനയില്ല. കുർബാനയില്ല, അതുകൊണ്ട് ഞാൻ സിനിമക്ക് പോയേക്കാമെന്നും അല്ലെങ്കിൽ കറക്കരിയാവെന്നും പന്നി ഇറച്ചി മേടിക്കാമെന്നല്ല പറയണത്. എന്താ പറയണത്? പള്ളിയില്ല, ആ കുർബാനയ്ക്ക് പോകേണ്ട ആ സമയം അതിനേക്കാൾ കൂടുതലും ഞാൻ 1000 മണി ജപമാല ചെല്ലുവന്ന് ഒറ്റയ്ക്ക് ഇരുന്നുണ്ട് 1000 മണി ജപമാലയില്ല. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ദൈവത്തിന് ഇവരുടെ വിശ്വാസത്തിൽ സംശയമില്ല. എൻ്റെ മക്കളെ, അതൊരു പ്രധാനപ്പെട്ട വിഷയമാണ്. നിങ്ങൾ ഉടമ്പടി എടുത്തോ ഇല്ലയെന്നല്ല. പ്രീ കവനൻ്റ് ടൈം ഉണ്ടല്ലോ, പ്രീ കവനൻ്റ് ടൈം, ഉടമ്പടി എടുക്കുന്ന മുമ്പുള്ള നിങ്ങളുടെ കാലം, അത് രശ്മി തോമസിൻ്റെ കാലം എന്നൊക്കെ. അവർ ഉടമ്പടി എടുക്കുമ്പോൾ പള്ളിയില്ലാത്ത കുർബാനയില്ലാത്ത ഒരു സ്ഥലത്ത് അവൻ ചെന്ന് പെട്ടു. പക്ഷേ എന്തു ചെയ്യും? അവരുടെ വിശ്വാസത്തിൽ ദൈവത്തിന് സംശയമില്ല. ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടി ഞാൻ പറയുന്നതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ വിശ്വാസത്തിൽ ദൈവത്തിന് ഒരു വിശ്വാസം ഉണ്ടാക്കണം. അവിടെ പള്ളിയില്ലെങ്കിലും പള്ളി ഉണ്ടായിരുന്ന സമയത്ത് പള്ളിയില്ലെങ്കിലും കുർബാന നടക്കുന്ന സമയത്ത് ഞായറാഴ്ച ദിവസം അവരെന്ത് ചെയ്യും? അവരത്രയും സമയം എടുത്തിട്ട് 1000 മണി ജപമാല 53 മണി ജപം ചെല്ലിയാലും മതിയേ, അത് 4 പ്രാവശ്യം ചെല്ലിയാലും മതി. എങ്ങനെയല്ല, ഇവരതിൻ്റെ കോമ്പൻസേഷൻ എന്ന് പറയണത് കുർബാനയുടെ കോമ്പൻസേഷനായിട്ടാണ് 1000 മണി ചെല്ലണത്. അപ്പോൾ കുർബാനയുടെ കോമ്പൻസേഷനായിട്ട് 1000 മണി ചെല്ലി ദൈവവുമായിട്ട് റിലേഷൻസ് ഉണ്ട്. അപ്പോൾ ഇവരുടെ വിശ്വാസത്തിൽ ദൈവത്തിന് അവിശ്വാസമില്ല. അതാണൊരു പ്രശ്നം. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നിങ്ങളെ പുതിയ ആൾക്കാരാണെങ്കിൽ പുതിയ ആൾക്കാർ അച്ഛൻ പറഞ്ഞ കേൾക്കണം. നമ്മുടെ വിശ്വാസത്തിൽ ദൈവത്തിന് അവിശ്വാസം ഉണ്ടാവരുത്. ഒന്ന് പ്രാർത്ഥിച്ചേ. കർത്താവായ ദൈവമേ, എൻ്റെ വിശ്വാസത്തില് നിനക്ക് അവിശ്വാസമുണ്ടാകാത്ത രീതിയില് എന്നെ ആത്മീയമായി വളർത്തിയെടുക്കണമേ. ശ്രുതികട്ടെ. ഹല്ലേലൂയ, ആരാധന
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ അച്ഛനിലൂടെ എന്താ ഈശോ പറഞ്ഞത്? അച്ഛനിലൂടെ ഇപ്പൊ എന്താ ഈശോ പറഞ്ഞത്? നമ്മളുടെ വിശ്വാസത്തിൽ ദൈവത്തിന് അവിശ്വാസമുണ്ടാവരുത്. അതൊരു പ്രാഥമിക പാഠമാണ്. ഇപ്പോൾ ഈ രശ്മി തോമസ് ഈ ആൾക്കാരോടൊക്കെ ഇൻട്രാക്ട് ചെയ്തില്ലേ, ആശുപത്രിയിൽ പോയിരുന്നുണ്ട്, ആരും ഇല്ലാത്തവർ. അപ്പോൾ പോരാൻ നേരത്ത് ചോദിക്കുവേ, എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ ഇവിടെ. അപ്പോൾ ചെറുവിന് കൊച്ചൊരു ബിസ്ക്കറ്റ് വാങ്ങിച്ചു തന്നാൽ കൊള്ളായിരുന്നു, കൊച്ചൊരു തോർത്ത് വാങ്ങിച്ചു തന്നാൽ കൊള്ളായിരുന്നു. അപ്പോൾ പിന്നെ അതെല്ലാം കളക്ട് ചെയ്യും. അത് അവർ പറയുന്ന ഓരോരുത്തർ പറയുന്നതെല്ലാം കളക്ട് ചെയ്തിട്ട് പുറത്ത് പോയി അതെല്ലാം വാങ്ങിച്ച് ഓരോരുത്തർ കൊടുക്കും. പക്ഷേ കൊടുക്കണമല്ല പ്രശ്നം, അവരോട് സംസാരിക്കുന്നതാണ് പ്രശ്നം. നമുക്ക് ഉണ്ടെങ്കിൽ കൊടുക്കാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്നാലും സ്നേഹത്തോടെ നിങ്ങളെ ഈ ഭൂമിയിൽ ഒറ്റപ്പെട്ടു പോയ ആൾക്കാരുണ്ട്, അവരോട് നമ്മൾ സംസാരിക്കണം. ഉടമ്പടി എടുത്തിരിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരദേശിക്ക് അഭയം കൊടുക്കാൻ വേണ്ടിയാണ്. പരദേശിക്ക് അഭയം കൊടുക്കാന്ന് വെച്ചാൽ വീട്ടിൽ തന്നെ കയറ്റി താമസിക്കണമെന്ന് ഒരു നിർബന്ധവുമില്ല. ഉണ്ടെങ്കിൽ കൊള്ളാം, അല്ലെങ്കിൽ അവർക്ക് ആരെ കാണിച്ചു കൊടുക്കാം. അല്ലെങ്കിൽ എന്തുമാത്രം അഭയസ്ഥാനങ്ങൾ താമസിക്കുന്ന ആൾക്കാരുമായിട്ട് നമുക്ക് നമ്മുടെ സ്നേഹത്തിൽ അവർക്ക് അഭയം കൊടുക്കാം. പ്രാർത്ഥിക്കുക, കർത്താവേ എല്ലാവർക്കും അഭയം കൊടുക്കാൻ എന്നെ അഭിഷേകം ചെയ്യണം. അപ്പം നിങ്ങളെ വേറൊരു സംഭവം ചെയ്യണം. ഇതിൻ്റെ അകത്ത് കാപഠ്യം ഉണ്ടെന്ന് കർത്താവിന് തോന്നരുത്. അതായത് നമ്മളുടെ വീട്ടിൽ താമസിക്കുന്ന ആൾക്കാരോട് നമ്മൾ സംസാരിക്കത്തില്ല, എന്നിട്ട് പോയി ആശുപത്രിയിൽ പോയി പരദേശികളോട് സംസാരിക്കും. അത് കാപട്യമാണ്. നമ്മുടെ വീട്ടിലുള്ള ചിലപ്പോൾ നമ്മുടെ തല ഞൊട്ടിക്കൊണ്ട് പോണ പാട്ടുകാർക്ക് വീട്ടിലുള്ളത്, തല ഞൊട്ടിക്കൊണ്ട് പോണ പാട്ടുകാരും നമ്മൾ അവരോട് സംസാരിക്കണം എന്ത് വകുപ്പിലാണ്? കർത്താവിനോടുള്ള സ്നേഹത്തിലാണ്. അപ്പം നിങ്ങൾ വീട്ടിലുള്ളവരോട് സംസാരിക്കത്തില്ല, സ്വന്തം ഭർത്താവിനോട് പോലും സംസാരിക്കത്തില്ല. എന്നിട്ട് നിങ്ങൾ ഉടമ്പടി എടുത്തിട്ട് വല്ല ആശുപത്രിയിലും പോയി ആൾക്കാരോട് സംസാരിച്ചു കഴിഞ്ഞാൽ കർത്താവ് നിങ്ങൾ അവിടുത്തെ ചവിട്ടി ഓടിക്കുമ്പോഴെങ്കിൽ എന്താ ഇതിൻ്റെ കള്ളത്തറല്ല കയ്യിരിക്കണത്. കള്ളത്തറൊക്കെ ആദ്യം വീട്ടിൽ സെറ്റാക്കണം. ആദ്യം നമ്മുടെ റിലേഷൻസും വീടുകളെല്ലാം സെറ്റാക്കി നമുക്കെപ്പോഴും നിങ്ങൾക്കറിയാമല്ലോ, നിങ്ങൾക്ക് പരിശുദ്ധാത്മാവുണ്ടെ പറഞ്ഞ് മനസ്സിലാക്കി തരും. നമുക്ക് ക്രിസ്തുവുമായിട്ടുള്ള എല്ലാ വിഷയവും നഷ്ടത്തിലേ കലാശിക്കത്തുള്ളൂ. എനിക്ക് തോന്നിയിട്ടില്ല ലാഭം ഉണ്ടാകുമെന്ന്. ക്രിസ്തുവിന് നഷ്ടമാണ് ഉണ്ടായത്, പിന്നെ എങ്കിൽ നമുക്ക് ലാഭം ഉണ്ടാകണേ? ക്രിസ്തുവായിട്ടുള്ള എല്ലാ ഏർപ്പാടും ഒന്നെങ്കിൽ തോൽവി. നിങ്ങളുടെ തോൽവിയിൽ ക്രിസ്തുവിന് നിഴലുണ്ട്. ഈ നോട്ടൊക്കെ നോക്കുമ്പോൾ അതിൻ്റെ അകത്ത് ഈ അശോകചക്രമൊക്കെ കാണത്തില്ലേ? അതാണ് എൻ്റെ സെക്യൂരിറ്റി ത്രെഡ് എന്ന് പറയണത്. നിങ്ങളുടെ തോൽവി ചില ആൾക്കാരോട് ഒരിക്കലും നമുക്ക് ജയിക്കാൻ പറ്റത്തില്ല. കാര്യം അവർ പറയണത് ആനമണ്ടത്തരമാണെങ്കിലും നമ്മളെ ഉപദ്രവിച്ചതാണെങ്കിലും അവരതിനെ രാഷ്ട്രീയമായിട്ടൊക്കെ രാഷ്ട്രീയം എന്ന് പറയുന്നത് സാധാരണ സംസാരത്തെക്കാൾ ഉപരി ഒത്തിരി പല ചുറ്റുപാടുകളും വള്ളിക്കെട്ടുകളും ഉള്ള സംഭവമാണ്. അപ്പോൾ ഈ വള്ളിക്കെട്ടുകൾ ഉള്ള രാഷ്ട്രീയ സംസാരമായിരിക്കും മറ്റുള്ളവർ നമ്മളോട് സംസാരിക്കുന്നത്. അപ്പം നമ്മളോടൊക്കെ ഇവർ കാഞ്ഞ പുള്ളിയാണല്ലോ എന്ന് പറയും. പറഞ്ഞിട്ട് കാര്യമില്ല, അവരങ്ങനെയാണ്. നല്ല വള്ളിക്കെട്ടുള്ള ആൾക്കാരാണ്. ഒരു സാധനം ഗേറ്റ് തുറന്ന് കിടന്നാൽ പോലും അവർ പുറകെ കൂടി വന്നിട്ട് അവർ ചാടി കയറത്തുള്ളതിൻ്റെ അകത്ത്. അവരുടെ സ്വഭാവം അതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ആൾക്കാരുടെ നന്മയും തിന്മയും നോക്കിയിട്ട് നമുക്ക് ആൾക്കാരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ക്രിസ്തുവിനെ മുൻനിർത്തിയാണ് അവരുമായി ഇൻട്രാക്ട് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകും നമ്മൾ ചിലപ്പോൾ അവിടെ തോറ്റു കൊടുക്കേണ്ടി വരും. ക്രിസ്തുവിനെ പ്രതിയുള്ള തോൽവികൾ, ക്രിസ്തുവിനെ പ്രതിയുള്ള പലതരത്തിലുള്ള സാമ്പത്തിക നഷ്ടങ്ങൾ, കുറേ നഷ്ടങ്ങൾ, ഇതെല്ലാമാണ് ഇതിൻ്റെ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ സെക്യൂരിറ്റി ത്രെഡെന്ന് പറഞ്ഞത്. നൂലില്ലേ, നോട്ടിൻ്റെ ത്രെഡ് അല്ലേ, ഒരു നൂലെന്ന് പറയും. നമ്മൾ നോട്ട് നോക്കുമ്പോൾ ഒരു കറുത്ത വര കാണത്തില്ലേ, അത് സെക്യൂരിറ്റി ത്രെഡ്. അതുപോലെ നമ്മളുടെ ജീവിതം ദൈവം നോക്കുമ്പോൾ കർത്താവിന് വേണ്ടി സഹിച്ചതിൻ്റെയും നഷ്ടപ്പെട്ടതിൻ്റെയും തോറ്റു കൊടുത്തതിൻ്റെയും ഒരടയാളം ഇതിൻ്റെ അകത്ത് കാണണം. അതാണ് കർത്താവിൻ്റെ ആളാണ്, ഇത് കള്ളനോട്ടല്ല, കള്ളനാണയമല്ല എന്ന് തോന്നണത്. ദൈവത്തിന് വേണ്ടി സഹിച്ച മുദ്രകൾ, ജലമുദ്രകൾ, വാട്ടർമാർക്ക് ഇതിൻ്റെ അകത്ത് ഉണ്ടാകണം.
ഒന്ന് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, പരിശുദ്ധാത്മ മഹോത്സവത്തിലേക്ക് പരിശുദ്ധാത്മ മഹോത്സവത്തിലേക്ക് ഞങ്ങൾ ഒരുങ്ങുമ്പോൾ ഞങ്ങളുടെ ജീവിതം നോക്കി ക്രിസ്തുവിനോട് കൂടെ പിതാവിന്റെ ഇഷ്ടപ്രകാരം തോറ്റുകൊടുത്തതിന്റെയും ചവിട്ടി താത്തപ്പെട്ടതിന്റെയും എളിമപ്പെട്ടതിന്റെയും കർത്താവേ ജലമുദ്രകളെ ഞങ്ങൾക്ക് സ്വത്തവകാശമായി നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്ന ശ്രുതികട്ടെ. ഹല്ലേലൂയ. അപ്പൊ ഈ ലേഡിയുടെ ഒരു പ്രശ്നം എന്താണ്? അവർക്ക് ആ ജോലി ചെയ്യാൻ പറ്റണില്ല. അപ്പോൾ ഉടമ്പടി മുടങ്ങിപ്പോണ്. അപ്പോൾ അവർ മാതാവുമായിട്ട് ഒരു ഡിസ്കഷൻ വെച്ചു. ഒറ്റക്കിരുന്ന് മാതാവുമായിട്ട് സംസാരിക്കാം. നിങ്ങൾ ഈ ദിവസങ്ങളിൽ ഒത്തിരി പേര് അമ്മയുമായി സംസാരിച്ചതിൻ്റെ സാക്ഷ്യം കേട്ടായിരുന്നു. ആൾക്കാർക്ക് അത് സാധിക്കുന്നതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അമ്മയുമായിട്ട് ഇപ്പം നിങ്ങളവർക്ക് അമ്മ കേൾക്കുന്നില്ലെന്ന്, പക്ഷേ ഫലങ്ങൾ കാണുമ്പോൾ നിങ്ങൾ സംസാരത്തിൻ്റെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ പറഞ്ഞെല്ലാം അമ്മ കേട്ടെന്ന്. ഭയങ്കര കേൾവിയാണ്. നമ്മൾ സംസാരിക്കാൻ തുടങ്ങിയാൽ അടുത്തിരിക്കും. നമ്മളോട് അപ്പയ്ക്കൂടെ സംസാരിക്കത്തില്ല, പക്ഷേ നമ്മുടെ റിസൾട്ട് നോക്കുമ്പോൾ ഇതെല്ലാം കേട്ടതിൻ്റെയും മറുപടി പറഞ്ഞതിൻ്റെയും അടയാളം കാണും. കൈയടിച്ച് ശ്രദ്ധിക്കട്ടല്ലേ. എന്തു നല്ല അപ്പോൾ ഇവർ തമ്മിലൊരു ഡിസ്കഷൻ നടത്തി. എന്നിട്ട് രശ്മി തോമസ് അമ്മയോട് പറഞ്ഞു, അമ്മേ ഞാൻ ജോലി രാജിവെക്കുകയാണ്, എനിക്ക് ഉടമ്പടി മതിയെന്ന് പറഞ്ഞു. ഉടമ്പടിയും ജോലിയും കൊണ്ട് പോക്കാൻ പറ്റണില്ല. അപ്പം അതുകൊണ്ട് ഇവരെന്ത് ചെയ്ത് ഉടമ്പടി ജീവിതം നമ്മളീ പറഞ്ഞ പോലെ ഉടമ്പടി നിങ്ങൾക്ക് ഉടമ്പടി എന്ന് പറഞ്ഞാൽ രാവിലെ എഴുന്നേറ്റ് പ്രത്യക്ഷ പ്രാർത്ഥന ചെല്ലുക, അല്ലെങ്കിൽ പച്ചത്തിരി കത്തിക്കുക, നീലത്തിരി കത്തിക്കുക, അല്ലെങ്കിൽ ആരെങ്കിലും 2 പത്രം കൊടുക്കുക. അതാണ്. അങ്ങനെ ഇവർക്ക് അങ്ങനെയല്ല. ഇവർക്ക് ഉടമ്പടി ജീവിതമാണ്. അതാണ് വ്യത്യാസം. ജീവിതമായതുകൊണ്ട് എന്ത് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് അതിൻ്റെ അത് കൺവിൻസ്ഡാണ്. നല്ല ആന്തരിക അഭിഷേകം ഉടമ്പടി ഒരു ജീവിതം പോലെ കിട്ടിയ ആരാ. അതിന് എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവർ ഭർത്താവിനെ കൊണ്ട് ഉടമ്പടി എടുപ്പിച്ചിട്ടുണ്ട്. ആ വീട്ടിൽ 2 മക്കളുണ്ട്. 2 മക്കൾക്കും പ്രൈവറ്റ് ഉടമ്പടിയുണ്ട്. ഒന്ന് ചിന്തിക്കുക, ഒരു വീട്ടിൽ 4 ഉടമ്പടി. ഞാൻ ആദ്യം ഓർത്തതേ ഈ ആൾക്കാർക്ക് പൈസയ്ക്ക് ചിലവല്ലേ, അതുകൊണ്ട് ഒറ്റ ഉടമ്പടി മതിയെന്നാണ്. ഒരു കുടുംബത്തിന് ഒരു ഉടമ്പടി മതിയെന്നാണ് ചിന്തിച്ചത്. ഇപ്പോഴും ഞാൻ അങ്ങനെ തന്നെ ചിന്തിക്കണത്. പക്ഷെ ചില ആൾക്കാർ ഇങ്ങനെയും ചെയ്യുന്നുണ്ട്. അവർക്ക് പൈസ ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണത്. പൈസ ഇല്ലാത്തവന് ചെയ്യേണ്ട ഒരു കാര്യമില്ല. പക്ഷേ എന്താ പ്രശ്നം, ഇങ്ങോട്ട് ഉടമ്പടിക്കല്ല പൈസ വേണ്ടത്. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് വരണ്ടേ. യാത്ര ഒരു ദിവസത്തെ ജോലിയും കളഞ്ഞിട്ട് ഇവിടെ വരണം, തിരിച്ചു പോകണം. ലക്ഷ്മിത്തോസിന് ഉടമ്പെടുക്കാൻ വേണ്ടി കുറേ തടസ്സങ്ങളുണ്ട്. ഇവർ ഒമാനിൽ നിന്ന് നാട്ടിൽ വന്നിട്ട് ഉടമ്പെടുക്കാൻ പറ്റുന്നില്ല. ഒമാനിൽ തന്നെ ഇവരിങ്ങനെ ഈ കുർബാന ഇല്ലാത്ത സമയത്തൊക്കെ അഖണ്ഡജപമാല ചൊല്ലി ദൈവമായിട്ട് ബന്ധമായി കഴിഞ്ഞപ്പോൾ ദൈവം ഇവർക്ക് ഒരു പാട്ട് കൊടുക്കും. ഇവർക്ക് കൃപാസനത്തെക്കുറിച്ചൊന്നും അറിയത്തില്ല. വെറുതെ ആരോ പറഞ്ഞ കേട്ടിട്ട് ഇവർ തന്നെത്താൻ ഉള്ളിലൊരു പാട്ട് വരും ഇവരുടെ ഉള്ളിൽ. എന്താണ്? കൃപാസനത്തിൽ വരണമേ, എന്നെ കൊണ്ടുവരണമേ അമ്മേ എന്നും പറഞ്ഞുകൊണ്ട് സ്വന്തമായിട്ടൊരു പാട്ട് പാടും. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർക്ക് മനസ്സിലായിട്ട് ഇത് കൃപാസനത്തെക്കുറിച്ചല്ല ഞാൻ പാടിക്കൊണ്ടിരിക്കണത്. അപ്പോഴാണ് അവർക്ക് മനസ്സിലായത് അമ്മ കൃപാസനത്തിലോട്ട് ഇവരെ വിളിക്കണമെന്ന്. ഇവർ കൃപാസനത്തെക്കുറിച്ച് ആരുടെ ഇവരോട് പറഞ്ഞിട്ടില്ല. ഇവരെവിടെയോ ഒരു നോളക്ഷം കിടപ്പുണ്ട്. പക്ഷെ അതിൻ്റെ പേരിൽ ഇവർക്കൊരു പാട്ട് വരികയാണ്. മാതാവ് വിളിക്കുന്ന പാട്ടിലൂടെ ഇവരെ കൃപാസനത്തിലോട്ട് അമ്മ വിളിക്കുമ്പോൾ ഇവർക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കുറേ പ്രോബ്ലംസ് ഉണ്ട്. അതിലൊരു പ്രശ്നം 27 കൊല്ലമായിട്ടുള്ള നടുവേദനയാണ്. നിൽക്കാനും പറ്റില്ല, ഇരിക്കാനും പറ്റില്ല, നടക്കാനും പറ്റാത്ത നടുവേദനയാണ്. അപ്പം അതുകൊണ്ട് പിന്നെ ഉള്ള പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവർ ആലപ്പുഴ വന്നിട്ടില്ല. ഉടമ്പടി എന്ന് പറഞ്ഞപ്പോൾ കുറേ പ്രോബ്ലംസാണ് ഇവർക്ക് വരണത്. ആദ്യം ഇവർ ആലപ്പുഴ വന്നിട്ടില്ല. രണ്ടാമത്തെ കേസിൽ
ബസ്സിൽ വന്ന് ഛർദ്ദിക്കും. അങ്ങനെ കുറേ നെഗറ്റീവ് കാര്യങ്ങളാണ് വരണത്. ഈ എപ്പോഴും നമ്മൾ ഓർക്കണം, നിങ്ങൾ രക്ഷപ്പെടുമെങ്കിൽ ആദ്യം കുറേ നെഗറ്റീവ് കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് വരണത്. അതിനെ എല്ലാത്തിനെയും നിങ്ങൾ ദൈവസ്നേഹത്തോടെ അതിജീവിക്കണം. വന്നോടത്ത് വെച്ച് ദൈവം കണ്ടോളൂ എന്ന് വിചാരിക്കണം. വന്നോടത്ത് വെച്ച് എൻ്റെ നടുവേദന ഉണ്ട് എനിക്ക്, ഞാൻ ആരെപ്പോഴും വന്നിട്ടില്ല, പിന്നെ എപ്പോഴും ഈ ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ പുതുക്കാൻ പറ്റുകയില്ല, പിന്നെ ഇതിനെ ഉടമ്പടി എടുക്കണം. അപ്പോൾ എല്ലാം നെഗറ്റീവാണ് ഇവർക്ക് വരണത്. പക്ഷേ ഇവർ ഒരു ടൈമിൽ എവിടെയോ വെച്ച് നെഗറ്റീവ്സിനെ എല്ലാത്തിനും ഇവർ ക്യാൻസലാക്കും. വന്നോടത്ത് വെച്ച് ദൈവം കാണട്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇവർ വന്ന് ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുത്തെങ്കിലും ഈ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ, ഉടമ്പടി നമ്മൾ എടുത്താലും അടിമനസ്സിലെ അവിശ്വാസമെന്നും പറഞ്ഞ് ഇന്നലെ കുർബാനയ്ക്ക് കർത്താവ് എന്നോടൊരു കാര്യം പറഞ്ഞ്, ഈ ഉടമ്പടി എടുത്താലും നമുക്ക് അവിശ്വാസം മാറണമെന്ന് നിർബന്ധമില്ല. അത് നമ്മളെപ്പോലും അറിയത്തില്ല. ഈ പാലിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ 2 ദിവസം 3 ദിവസം ഇരിക്കുന്ന പാലിൻ്റെ അകത്ത് അത് നമുക്കറിയാമല്ലോ, അത് തൈരായെന്ന് നമുക്കറിയാമല്ലോ. 3 ദിവസം ഇരിക്കുമ്പോൾ പാല് തൈരായെന്ന് നമുക്കറിയാമല്ലോ. അപ്പോൾ തൈരാണെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അകത്ത് ഫംഗസും പുഴുക്കളും ഉണ്ടാകും, ഉറപ്പല്ലേ? പക്ഷെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുമോ? അതുപോലെ തൈരിൻ്റെ അകത്ത് പുഴു ഇരിക്കണ പോലെ നോക്കിയാൽ കാണാത്ത വെള്ളപ്പുഴുക്കൾ. നമ്മൾ ഉടമ്പടി എടുത്താൽ അവിശ്വാസത്തിൻ്റെ പുഴുക്കളുണ്ടാകും. നമ്മൾ ഉടമ്പടി എടുത്തു, കഷ്ടപ്പെട്ടു, കുറേ കാശും മുടക്കി, കുറേ പരിപാടിയൊക്കെ പത്താം കൊടുക്കലും കാര്യങ്ങളൊക്കെ ചെയ്താലും ഈ അവിശ്വാസം നമുക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ നമ്മുടെ അന്തരാത്മാവിൽ അറിയപ്പെടാത്ത അവിശ്വാസം ഉണ്ടാകും. ഇത് കാര്യം ഇവരാണെങ്കിൽ ഒരുമാരപ്പെട്ടൊക്കെ ഇവിടെ കണ്ണി പിടിക്കും. കാര്യം ഇവർ ഉപയോഗിക്കുന്ന മെഷീനറിയൊക്കെ ഇടിപെട്ട മെഷീനറിയാണ്. ഇവിടുന്ന് പോകുമ്പോൾ ഇപ്പം നിങ്ങൾ തന്നെ ഭൂലോക ഉഴപ്പികൾ ഉടമ്പടി എടുത്തിട്ടുണ്ട്. ഭൂലോക അവർ ഇന്ന് വരെ ഇതിൻ്റെ മസ്റ്റാണ്. നിങ്ങൾ ഉടമ്പടി പ്രഖ്യാപനം ചെയ്യുമ്പോൾ അതിനകത്ത് മസ്റ്റാണ് ഈ ആദ്യ ചൊവ്വാഴ്ച ധ്യാനം നിങ്ങൾ എപ്പോഴെങ്കിലും കൂടിയിരിക്കണമെന്ന്, ആ ആഴ്ച തന്നെ കൂടണമെന്നുള്ളത് നിങ്ങൾ ദൈവദൃസന്നിധിയിൽ പറഞ്ഞിരിക്കണ ഇതാണ്. പല ആൾക്കാർക്കും ഉടമ്പടിയിൽ അടയാളം കിട്ടില്ലെന്നൊരു കാര്യമില്ല. അവർ ആദ്യം മുടക്കണത് ആദ്യ ചൊവ്വാഴ്ച ധ്യാനമായിരിക്കും. ആദ്യ ചൊവ്വാഴ്ച ധ്യാനം മുടക്കിപ്പോയാൽ പിന്നെ നിങ്ങൾക്ക് ഉടമ്പടിയിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കേണ്ട കാര്യമില്ല. കാര്യം എന്താണ്? ഈ ഉടമ്പടിയിലൂടെ ഞാൻ എൻ്റെ ജനതകളിലൂടെ വാഗ്ദാന പേടകത്തിൻ്റെ മുകളിൽ നിന്ന് ഞാൻ എൻ്റെ ജനങ്ങളോട് സംസാരിക്കും. ആ വാഗ്ദാന പേടകത്തിൽ അടിസ്ഥിതമായ ഉടമ്പടി പ്രാർത്ഥനയെക്കുറിച്ചുള്ള ഉടമ്പടി ആധാരങ്ങളും എല്ലാം അഭിഷേക വചനം നൽകുന്നത് ഈ ആദ്യ ചൊവ്വാഴ്ച ആരാധനയ്ക്കാണ്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഞാൻ എൻ്റെ ജനങ്ങളോട് ഉടമ്പടി ഫലകത്തിന്റെ മുകളിലൂടെ പേടകത്തിന്റെ മുകളിലൂടെ സംസാരിക്കും. പുറപ്പാട് 25:22 അവിടെ വെച്ച് ഞാൻ നിന്നെ കാണും, കൃപാസനത്തിന് മുകളിൽ നിന്ന് സാക്ഷ്യപേടകത്തിന് മീതെയുള്ള കെരൂബുകളുടെ നടുവിൽ നിന്ന് ഞാൻ നിന്നോട് സംസാരിക്കും. ഇസ്രായേലിന് വേണ്ടിയുള്ള എന്റെ കൽപ്പനകളെല്ലാം ഞാൻ നിന്നെ അറിയിക്കും. പുറപ്പാട് 25-22 ഈ ആദ്യ ചൊവ്വാഴ്ച ധ്യാനം എന്ന് പറയുന്നത്. അത് ആ കെരൂബുകളുടെ ഇടയിലുള്ള സ്ഥലത്താണ് ദൈവത്തിൻ്റെ വസിപ്പ്. ആ ദൈവത്തിൻ്റെ വാഗ്ദാനപടത്തെ കുറിച്ചാണ് ഞാൻ പറയണത്. ആ വസിപ്പിലൂടെ എല്ലാ ശനിയാഴ്ചകളിലും ദൈവം ജനങ്ങളോട് സംസാരിക്കും. മോസസിനോട് കൂടാരത്തിൽ വെച്ച് സംസാരിക്കും. അപ്പം സംസാരം ഒഴിവാക്കിക്കൊണ്ട് ഒരു ഉടമ്പടി ജീവിതമില്ല. അപ്പം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ യൂട്യൂബിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ലൈവായിട്ട് ഇത് ഇട്ടിട്ട് തരണത്? ഇത് നിങ്ങൾ കേൾക്കാനും ഓരോ സമയത്ത് അപ്ഡേഷൻ പ്രാപിക്കാനും വേണ്ടിയാണ്. പറഞ്ഞ കാര്യങ്ങൾ എന്തുകൊണ്ട് അച്ഛൻ വീണ്ടും പറയാത്തത്? അത് ഒരിക്കൽ പറഞ്ഞതാണ്. ഒരിക്കൽ പറഞ്ഞ പുതിയ കാര്യം കർത്താവ് വെളിപ്പെടുത്തുന്നത് കൊണ്ടാണ് പഴയ കാര്യങ്ങൾ പറയാൻ പറ്റാതെ വരണത്. പഴയ കാര്യങ്ങൾ അറിയണമെങ്കിൽ പഴയ ധ്യാനങ്ങൾ കൂടണം. നിങ്ങൾ കൈയടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ഈ ധ്യാനം പ്രധാനപ്പെട്ടതാണ് ഇതിനകത്ത്. ഇപ്പം ഇവർ രശ്മി തോമസ് ധ്യാനം കൂടുന്നത് എങ്ങനെയാണെന്നറിയോ? അവർ ടി വിയിലേക്ക് ഇത് കണക്ട് ചെയ്തതിന് ശേഷം വാതിലെല്ലാം അടച്ചിട്ട് അവർ പറയുന്നത് ഞാൻ പള്ളിയിൽ പോയാൽ എങ്ങനെയാണ് ധ്യാനം കൂടണത്, അതുപോലെ ഒറ്റ സ്ട്രെച്ചിനാണ് ഈ സംഭവം കൂടണത്. ഞാൻ ഈ ആദ്യവാച ധ്യാനം മുറി അടച്ചിട്ട് ടി വിയിലോട്ട് കണക്ട് ചെയ്ത് നമ്മൾ തലയിൽ തുണി വിരിച്ച് നമ്മുടെ ശിരസ് നാട വിരിച്ചിട്ടിട്ട് പ്രാർത്ഥനാപൂർവ്വം അവിടെ ഇരിക്കണത്. അവിടെ ഇരുന്നിട്ട് ആ ധ്യാനം കർത്താവ് എന്താണ് ഈ ഉടമ്പടി ധ്യാനത്തിൽ പറഞ്ഞത്, അങ്ങനെ ശ്രദ്ധയോടെയാണ് അവരെ ചെയ്യണത്. അപ്പോൾ ഇതാണ് വിഷയത്തിൽ ഇവരുടെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയണത്, ഇവരുടെ വിശ്വാസത്തിൽ ദൈവത്തിന് അവിശ്വാസമില്ല. അതാണ് ഏറ്റവും ഒരു വിജയം എന്ന് പറയണത്. നമ്മുടെ വിശ്വാസത്തിൽ, എന്നാലും ഇവരുടെ വിശ്വാസത്തിൽ ദൈവത്തിന് അവിശ്വാസം ഇല്ലെങ്കിലും 1-2 ബാക്ടീരിയ അവിശ്വാസത്തിൻ്റെത് അവരുടെ ഉള്ളിൽ കിടപ്പുണ്ട്. അതിനെ കർത്താവ് കാണിച്ചു കൊടുക്കും. ഇപ്പം നമ്മുടെ ഒരു വിഷയം എങ്ങനെ അറിയാമോ, ഈ ആഫ്രിക്കൻ പായലെന്നും സംഭവമില്ലേ അല്ലേ? ഞാൻ ഒരിക്കൽ ആലപ്പുഴ സൈഡിലൂടെ പോയപ്പോൾ അവിടെ ഒരു JCB പോലെ വെള്ളത്തിൽ ഇറക്കി പണി ചെയ്യണ ഒരു JCB ഉണ്ട്. അതുപോലൊരു സാധനം വെച്ചുകൊണ്ട് ആലപ്പുഴ തോട്ടിലെ പായൽ വാരുകയാണ്. അപ്പോൾ എനിക്ക് ചിരി വന്ന്, കാര്യം ഞാൻ 50 കൊല്ലമായി ആലപ്പുഴ വന്നിട്ട്. ആലപ്പുഴ നമ്മൾ എല്ലാ ആഴ്ചയിലും പോകില്ല. അപ്പോൾ ഈ 50 കൊല്ലമായിട്ട് പായൽ വാറുന്നുണ്ട്. ആ സംഘടനയുടെ പേരൊന്നും പറയരുത്, പറഞ്ഞിട്ട് കാര്യമില്ല. ചില സംഘടനകൾ പായൽ വാരാൻ വേണ്ടി മാത്രമുണ്ട് ആലപ്പുഴ. അവരെപ്പോഴും ഈ തോട്ടിലെ പായൽ കൊട്ടേഷൻ എടുക്കും, വാരിക്കൊള്ളാമെന്ന് പറഞ്ഞ്. എന്നിട്ട് ഒരു ആണ്ടി 2 പ്രാവശ്യം വാരും. 2 പ്രാവശ്യം വാരി അതാരും മൈൻഡ് ചെയ്യത്തില്ല. അപ്പോൾ വല്ല മലമ്പാമ്പ വല്ലതും ഉണ്ടെങ്കിൽ അതിനെ പിടിച്ച് തല്ലിക്കൊന്ന് ഈ ഫേസ്ബുക്കിലിടുമ്പോൾ അയ്യോ മലമ്പാമ്പെന്ന് പറഞ്ഞ ആൾക്കെല്ലാം കൂടി കയറി നോക്കി പായൽ വാരിക്കാണ് പരിപാടിയെന്ന്. അപ്പം ഇത് 50 കൊല്ലമായി തുടങ്ങിയിട്ടേ. ആലപ്പുഴ തോട്ടിൽ ഇപ്പോഴും പായൽ നിറഞ്ഞ് കിടപ്പുണ്ട്. ഈ സാധനം വാരി തീരത്തില്ല. ലോക അവസാനം വരെ ആലപ്പുഴ തോട്ടിലെ പായൽ വാരും, പക്ഷെ തീരത്തില്ല. എന്താ കാര്യം? അതുകൊണ്ട് ജീവിച്ചു പോണ കുറേ ആൾക്കാരുണ്ട്. എന്താ കാര്യം? ഇവർ പായൽ വാരിയിട്ട് ഏതെങ്കിലും മൂലക്ക് ഒരു 5-8-10 പായലിട്ടേക്കും. അധികമൊന്നും ഇടത്തില്ല. ഒരു മറയത്തൊരു 10 പായൽ, അത്രേ ഉള്ളൂ. എല്ലാ ആൾക്കാരും നോക്കും മൊത്തം വാരിയിട്ടിരിക്കുകയാണ്. പക്ഷെ ഒരു മറയത്തെ പാലത്തിൻ്റെ അടിയിൽ ഒരു 10 പായലിട്ടേക്കും, ആരും കാണാതെ. ആ സാധനം അവിടെ കിടന്ന് 6 മാസത്തിൽ വളരുമെന്ന് ഇവർക്കറിയാം. പിന്നെയും വാരേണ്ടി വരും. അത് മുനിസിപ്പാലിറ്റിയിൽ നിന്ന് തന്നെ കാശ് വാങ്ങിക്കുക, അങ്ങനെ ജീവിച്ചു പോകാം. 10 പായൽ. ഈ ജീവിത വിശുദ്ധി എന്ന് പറയുന്നത് ആഫ്രിക്കൻ പായൽ വാരണ പോലെ ഒരു ഏർപ്പാടാണ്. നമ്മൾ എങ്ങനെ കുമ്പസാരിച്ചാലും എങ്ങനെ വിശ്വസിച്ചാലും പ്രാർത്ഥിച്ചാലും അവിശ്വാസത്തിനൊരു 10 പായൽ അവിടെ കിടക്കും. അത് ദൈവത്തോട് തന്നെ പറയണം വെളിപ്പെടുത്തി തരാൻ. അവിശ്വാസത്തിൻ്റെ 10 പായൽ. ഈ സാധനം 6 മാസം കൊണ്ട് വളർന്ന് നമ്മുടെ ജീവിതം മൊത്തം അവിശ്വാസമാക്കിയെടുക്കും. അപ്പോൾ എന്താ വിഷയം എന്ന് പറഞ്ഞത്, ഇവർക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരു 27 കൊല്ലമായിട്ട് ഇവർക്കൊരു നടുവേദന ഉണ്ടായിരുന്നു. ഈ നടുവേദന കൊണ്ട് ഒന്നാമത്തെ ഇവരുടെ വീട് കുറുമ്പ്രാടാണ്, ചങ്ങനാശ്ശേരി. അപ്പോൾ അവരുടെ പള്ളിയിലോട്ട് പോകണമെങ്കിൽ മേലോട്ട് കയറിപ്പോകണം. അപ്പോൾ ഈ നടുവിന് ഇങ്ങനെ പൊട്ടണ പോലെ വേദനയുള്ള ആൾക്കാർക്ക് പള്ളിയിൽ പോകാൻ പറ്റത്തില്ല. എന്നാലും പാവപ്പെട്ടവർ നടുവേ കൈ കൊടുത്തുകൊണ്ട് കർത്താവിൻ്റെ അടുത്ത് കയറിപ്പോകും കുർബാനക്ക്. അപ്പോൾ ഇത് ഉടമ്പടി എടുത്തെങ്കിലും വേദനയ്ക്ക് വലിയ കുറവൊന്നുമില്ല. അപ്പോൾ വേദനക്കൊന്നും കുറവില്ലാതെ ഇരിക്കുമ്പോൾ ഇവർ ദിവസം കിടപ്പായിപ്പോയി. എന്നാലും ഉടമ്പടിയുടെ കാര്യങ്ങൾ അവർ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്, പറ്റുന്ന പോലെയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ വേദനയ്ക്കൊരു കുറവുമില്ല. അപ്പോൾ വേദനക്കുറവില്ല വന്നപ്പോൾ എന്നാ പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ പിന്നെ അവർ വാഷ്റൂമിൽ പോണവരെ ഇഴഞ്ഞാണ് പോണത്, നിരങ്ങി. ആരും ഉണ്ടായില്ലെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിട്ടാണ് നിരങ്ങി പോവുകയാണ്. എന്തൊരു കഷ്ടം നോക്കിയേ. അപ്പോഴും ഇവർ ഉടമ്പടി തന്നെ ജീവിക്കണമെന്ന് ഓർക്കണം. ഇങ്ങനെ നിരങ്ങി പോകുമ്പോഴും വാഷ്റൂമിലേക്ക് നിരങ്ങി പോകേണ്ടി വരുമ്പോഴും അവർ ഉടമ്പടിയോട് വിശ്വസ്തത കാണിക്കുന്നുണ്ട്. ഉടമ്പടി കുറച്ച് കഴിയുമ്പോൾ ഭർത്താവിനെ വിളിക്കും, എടോ എനിക്ക് തീരെ പയ്യെ കേട്ടാ,
അപ്പോൾ ഈ നിരങ്ങിയാണല്ലോ വാഷ്റൂമിൽ പോയിട്ട് തിരിച്ചു വന്നിട്ട് ഭർത്താവിനെ വിളിക്കുകയോ, എനിക്ക് തീരെ വയ്യ കേട്ടോ. അപ്പോൾ ഭർത്താവ് പറയും ഇത്തിരി നേരം വെയിറ്റ് ചെയ്യും. അപ്പോൾ എന്നാലും ഞാൻ തിരക്കാണ് ജോലിക്ക്, ഞാൻ എളുപ്പം വരാമെന്ന് പറയും. പക്ഷേ എളുപ്പം വരാമെന്ന് പറഞ്ഞെങ്കിലും പുള്ളിക്കാരൻ തിരക്ക് കഴിഞ്ഞിട്ട് ആ ജോലിയെല്ലാം തീർത്ത് വരുമ്പോൾ രാത്രി 11 മണിയാവും. അപ്പോൾ രാത്രി എന്നാൽ നമുക്ക് പോയേക്കാന്ന് പറയുമ്പോൾ പറയും ഇനിയിപ്പോൾ പോയിട്ട് കാര്യമില്ല, നല്ല ഡോക്ടർമാരും ഉണ്ടാകത്തില്ലെന്ന് പറയും. ഇവർ നേഴ്സാണല്ലോ, ആശുപത്രിയിലെ കാര്യം അവർക്കറിയാം. അതുകൊണ്ട് രാത്രി 11 മണിയൊക്കെ കഴിഞ്ഞാൽ നല്ല ഡോക്ടർമാരും ഉണ്ടാകത്തില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ ഹൗസ് സർജൻസിലുള്ള ആൾക്കാർ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി, അത് അറ്റൻഡ് ചെയ്യണതിന് വലിയ അനുഗ്രഹമാണ് കേട്ടോ. അവരെ കുറച്ചാക്കി പറയാനില്ല. ഞാൻ ഒരുത്തൻ എൻ്റെ കൂടെ നിന്നാണ് ഒരുത്തൻ വെള്ളം അടിച്ച് ഉറങ്ങാപ്പന്ത് തിന്ന്. ഞാൻ ശാന്തമ്പാറ ധ്യാനിപ്പിക്കാൻ പോയിരിക്കുകയായിരുന്നു. ശാന്തമ്പാറ ധ്യാനിപ്പിക്കാൻ പോയി തിരിച്ചു വന്നപ്പോൾ വണ്ടി ഓടിക്കുന്നതിനെ കാണാനില്ല. മനോജല്ല കേട്ടോ, വേറെ ഒരുത്തരുണ്ടായിരുന്നു. വണ്ടി ഓടിക്കുന്നതിനെ കാണാനില്ല. അപ്പോൾ അവരെ കൊണ്ട് രാത്രി ടോർച്ചും തിരക്കി ഞാൻ എല്ലായിടത്തും നടക്കുകയാണ്, എൻ്റെ പേരും വിളിച്ചുകൊണ്ട്. അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ട്. പക്ഷേ എന്നാലും ഇവൻ്റെ വീട്ടിൽ ഞാൻ വേറെ കൈക്കാരനെ വിട്ടിട്ട് ആളെ വിട്ട് വീട്ടിലുണ്ടെന്ന് ചേക്കാൻ, വീട്ടിലില്ല. തിരിച്ചപ്പോൾ അപ്പോൾ എൻ്റെ പേടി കൂടി, കാര്യം രാത്രിയായി വരികയാണ്, ഇവരെ കാണാനില്ല. തിരക്കി വന്നപ്പോൾ പാരിഷ് ഹോൾ അടച്ചിട്ടിരിക്കുകയാണ്. പാരിഷ് ഹോളിൻ്റെ ഇടയ്ക്കൊരു വാതിൽ തുറന്നിട്ട് ഞാൻ ടോർച്ചടിച്ച് നോക്കിയപ്പോൾ ഇവൻ കവന്ന് കിടപ്പുണ്ട് അവിടെ. ഞാനുടനെ ചവിട്ടിപ്പൊടിച്ച് അകത്ത് കയറി. ഞാനും വേറെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു, വളരെ വിശ്വസ്തനായിട്ടുള്ള. അപ്പോൾ അപകട മേഖലയായ കാരണം ഞാൻ ഒരാളെ കൂടി കൂട്ടിയിട്ട് ചവിട്ടിപ്പൊടി ഞങ്ങൾ അകത്ത് കയറിയപ്പോൾ ഇവൻ കവന്ന് കിടപ്പോൾ എനിക്ക് മനസ്സിലായി നോക്കിയപ്പോൾ ഈ തണ്ണിക്കപ്പന്ത് കഴിച്ച സാധനങ്ങളെല്ലാം അകത്ത് കിടപ്പുണ്ട്, അവിടെ കിടപ്പുണ്ട്. അപ്പോഴത്തേക്കും സംഭവം കഴിച്ചാണ് അവിടെ. ഞാൻ ഉടനെ പോക്കറ്റ് എല്ലാം പരിശോധിച്ചിട്ട് വല്ല ചർമ്മക്കുറിപ്പോ വല്ല ഉണ്ടാകുന്ന നോക്കി. അപ്പോൾ കുറിപ്പ് കിട്ടി, അത് ഞാൻ എൻ്റെ കസ്റ്റഡിയിലാക്കി. കാര്യം ഇതിലേ നല്ലൊരു കളി കളിക്കാൻ പോകണം ആൾക്കാർ, അതെനിക്കറിയാം, മനസ്സിലായി. ഇവർ എഴുതി വെച്ച സാധനം എൻ്റെ കയ്യിൽ കിട്ടി, അത് ഞാൻ വായിച്ചു നോക്കി. അല്ലെങ്കിൽ അത് ഞാൻ പ്രതിയാകുമല്ലോ അവസാനം. ഞാനിവിടെ ഇല്ലായിരുന്നു, അത് വേറെ വിഷയം. പക്ഷേ എന്നാലും സംഗതി രൂക്ഷമായ ഒരു അന്തരീക്ഷമാണ്. ഞങ്ങൾ ഇവനെ മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകുന്നു. അപ്പോൾ ഈ അറ്റൻഡർ മാത്രമേ അവിടെ ഉള്ളൂ. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞ്, ഡോക്ടറെ ഇതാണ് സംഭവം. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അഡ്മിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ്. അപ്പോൾ അങ്ങനെ ഒരു വലിയ ആൾക്കാരെ വിളിച്ചു കൂട്ടി ഒരു വലിയൊരു ഓസില്ലേ, നമ്മുടെ പെട്രോൾ പമ്പിൽ അടിക്കണ ഓസില്ലേ, അത്ര ഓസ് കൊണ്ടുവന്ന് എൻ്റെ വായി കുത്തി കയറ്റി. ഒരു ബോധമില്ലല്ല. എന്നിട്ട് മോട്ടർ വെച്ച് അടിച്ചിട്ട് വെള്ളമെല്ലാം കൂടി കയറ്റിയിട്ട് ഇവനെ ഇട്ടുകൊണ്ട് അടുപ്പിച്ച് അതിനകത്ത് വയറ്റിലുണ്ടായിരുന്ന മൊത്തം സാധനം പുറത്തെടുത്ത്. അപ്പോൾ ഇതിൻ്റെ പൾസെല്ലാം പോയി. പിന്നെ ഞാൻ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞ് 72 മണിക്കൂറെന്ന് പറഞ്ഞു. ഇപ്പോൾ 72 മണിക്കൂറിന് ഞാൻ കൊന്തേഞ്ചേരി ഇരിക്കുക. 72 മണിക്കൂർ കഴിഞ്ഞ് അല്ലെങ്കിൽ അതിക്കുള്ളിൽ സർവ്വ് ചെയ്ത ആൾ ചത്തുപോകും. കാര്യം ബ്ലഡിലോട്ട് വിഷം നല്ല ശരിക്ക് കയറി. ഇപ്പോൾ കൊന്തേലി ആയാലും ആളെ പൊക്കിയെടുത്ത് ആളെ വീട്ടിൽ കൊണ്ടുവന്ന്. അപ്പോൾ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഞാൻ തൽക്കാലം അവിടെ നിർത്തുന്നു. പക്ഷേ ഈ ആളെ അന്ന് ജവമാല കയ്യിലുണ്ടായത് കൊണ്ട് മാത്രമാണ് ഈ 72 മണിക്കൂറിൽ പൾസെല്ലാം പോയിരുന്ന ആളാണ്, സീറോ പൾസിൽ പോയ ആളാണ്. ആളെ പൊക്കിയെടുത്ത്, അത് നമ്മുടെ ഈ വിശ്വാസം എന്ന് പറയണതും അതുപോലെ ഇതുപോലെയുള്ള സമയങ്ങളിൽ ആണ് നമ്മുടെ വിശ്വാസം, നമ്മളെ വിശ്വാസം അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടിയും പ്രാർത്ഥന പ്രയോഗിക്കാൻ വേണ്ടിയും ദൈവം തരുന്ന സമയമാണ്. അതൊന്നും പതറേണ്ട കാര്യമില്ല. നമ്മൾ ദൈവത്തിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ ഇങ്ങനെ എല്ലാം ഉൾക്കൊള്ളേണ്ടി വരും. എവരിത്തിങ് ഒരു കാര്യമില്ല. അവന് സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫുട്ബോൾ കളി ഉണ്ടായിരുന്നു. ഫുട്ബോൾ കളിയിൽ അടിയുണ്ടായപ്പോൾ പോലീസുകാരെ വിളിച്ച്, പോലീസുകാരെ അവിടെ ഗ്രൗണ്ടിൽ വന്നപ്പോൾ ഇവൻ ഓടി എൻ്റെ പാരിഷ് ഹോളിൽ വന്നിരുന്ന്. അപ്പോൾ 2 കുഞ്ഞുങ്ങൾ വന്നു വെച്ചാൽ അവനോട് പറഞ്ഞ് ചേട്ടാ ഈ മാങ്ങ കിടക്കണ്ടല്ലോ, 2 മാങ്ങ എറിഞ്ഞ് തരുവാന്ന് ചോദിച്ചു. അത്രേ ഉള്ള സംഭവം. അവന് മാങ്ങ എറിഞ്ഞപ്പോൾ വീണത് ഉതളങ്ങയാണ്. അത് ഉതളങ്ങയും മാങ്ങയും ഒരുമിച്ച് കിടക്കുകയായിരുന്നു അവിടെ. 2 ഉതളവും മാവും ഓരോ പ്രലോഭനം തന്നെ വഴികളെ. അതായത് ഇതാണ് ജീവിതം എന്ന് പറയണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയത്തില്ല. ഇപ്പം നോക്കിയാൽ ഒരു സ്ഥലത്ത് ഉതളവും നിൽക്കണ്, അതിൻ്റെ അരിയിൽ തന്നെ മാവും നിൽക്കണ്. പൂത്തപ്പം മാങ്ങയും ഉതളങ്ങയും 2 ഒരുമിച്ച് വന്ന് മുകളിൽ കിടക്കണ്. പിള്ളേർ ചോദിച്ചത് മാങ്ങ. അത് പിശാചാണ് ആ കുഞ്ഞുങ്ങൾ, നമുക്കറിയത്തില്ല. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ ഇവന് എറിഞ്ഞ ഉടനെ മാങ്ങ വീണില്ല, ഉതളങ്ങ വീണ്. പിള്ളേരെ പോകുകയും ചെയ്ത് ഉതളങ്ങ ഇവനെടുത്ത് തിന്നുകയും ചെയ്തു. ഇവരെന്തുകൊണ്ട് ഉതളങ്ങ തിന്നെന്ന് ഇന്നും അറിയത്തില്ല. ഇവർ എന്തോ മനപ്രയാസങ്ങൾ ഉണ്ടായിരിക്കുന്ന സമയത്താണ് ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കുന്നത്. അപ്പോൾ എന്തെങ്കിലും ഒരു അപകടം സംഭവിക്കാൻ നമുക്ക് നല്ല പ്രൊട്ടക്ഷൻ വേണം. നല്ല പ്രൊട്ടക്ഷൻ ഇല്ലെങ്കിൽ കണ്ട് ഞാനീ പറഞ്ഞ കഥ കണ്ട, ഇത് കഥയല്ലല്ലോ, ഇത് ജീവിതത്തിൽ സംഭവിച്ച കാര്യമല്ലേ ഇത്.
അപ്പം നമുക്ക് അതുകൊണ്ടാണ് എപ്പോഴും ഈശോ പറയും നിങ്ങൾ ഇടവിടാതെ പ്രാർത്ഥിക്കുവേൻ എന്ന് ഈശോ അല്ലേ. അതായത് നിങ്ങൾ വല്ലപ്പം കൂടി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുവേൻ. ഉടമ്പടിയിലായിരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണം അതാണ്. അതായത് ഇടതടവില്ലാതെ പ്രാർത്ഥിക്കുമെന്ന് പറയുമ്പോൾ ഇതുപോലെ നമ്മുടെ കണ്ണിൽ കൊള്ളാനുള്ളതെല്ലാം പിരികത്ത് കൊണ്ടുപോകും. ഈ ലോകത്ത് ഇങ്ങനെയുള്ള എല്ലാവിധ സംവിധാനങ്ങളും ഉണ്ട്. അത് പിശാചാകാം, അല്ലെങ്കിൽ അല്ലാത്ത വിഷയമാകാം. എനിവേ നമ്മൾ പെട്ടുപോകുന്ന സാഹചര്യം എപ്പോഴും ഉണ്ടാകും. അപ്പം അതുകൊണ്ട് അവിടെയെല്ലാം നമ്മൾക്ക് ദൈവം നമ്മളെ സഹായിക്കണമെങ്കിൽ ദൈവവുമായിട്ട് നമ്മൾക്ക് നല്ല ബന്ധമുണ്ടാകണം. അപ്പോഴേ ഇപ്പോൾ ഈ വിഷയം ഉണ്ടായപ്പോൾ നമുക്കൊരു ബന്ധമുണ്ടായിട്ട് കാര്യമില്ല. വിഷയത്തിന് മുമ്പേ തന്നെ നമുക്ക് ദൈവവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ ദൈവം നമ്മളെ സംരക്ഷിക്കാനും പോകാനുള്ള വഴികൾ പറഞ്ഞു തരും. ഞാനവിടെ ചെല്ലുമ്പോൾ എൻ്റെ ഇടവകയെ പണ്ടുണ്ടായിരുന്ന എനിക്ക് ചോറ് കൊണ്ടുവന്ന് തരുന്ന വീട്ടിൽ, എനിക്ക് ഇടയ്ക്ക് ഭക്ഷണം കൊണ്ടു തരുന്ന വീട്ടിൽ കുഞ്ഞായിരുന്ന ഒരാളാണ് ഇപ്പോൾ ഡോക്ടറായിട്ട് അവിടെ ഇരുന്ന ആ സമയത്ത്. അവൻ ആ സമയത്ത് രാത്രി എനിക്ക് പരിചയമുള്ള ആളെ വെച്ചുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്തത്. അത് നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല, അത് ദൈവത്തിനെ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മൾ ദൈവവുമായിട്ടൊരു ബന്ധം നമുക്കുണ്ടെങ്കിൽ നമ്മുടെ സാഹചര്യം എത്ര പ്രതികൂലമാണെങ്കിലും നമ്മൾക്ക് വേണ്ടി ദൈവം അത് ക്രമീകരിച്ച് നമുക്ക് അവിടെ നിന്ന് രക്ഷപ്പെടാൻ പറ്റിയ മാർഗം വഴി കാണിച്ചു തരും. കൈയടിച്ച് കർത്താവിനെ പരമദിവ്യകാരുണ്യത്തിന് അപ്പം നമ്മുടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് വിശ്വാസത്തിനുള്ളിലുള്ള അവിശ്വാസമാണ് സബ്ജക്റ്റ്. ഇപ്പം നമ്മൾ എത്ര വിശ്വാസിയാണെന്ന് പറഞ്ഞാലും അവിശ്വാസത്തിൻ്റെ 2-3 ബാക്ടീരിയ അവിടെ ഉണ്ടാവും. ഇത് കണ്ടെത്താൻ ദൈവം നമ്മളെ സഹായിക്കും. ശരിക്കും നിൻ്റെ കാര്യങ്ങൾ ദൈവത്തിന് വേണ്ട വിധം പ്രവർത്തിക്കാൻ പറ്റണില്ലെന്ന് കണ്ടാൽ എവിടെയാണ് ഈ അവിശ്വാസത്തിൻ്റെ ബാക്ടീരിയ കിടക്കണമെന്ന് നോക്കണം. രശ്മി തോമസ് എന്ന് പറയുന്ന ആൾ ഒരു കറക്റ്റ് ലേഡിയാണ്. അവർ ദൈവമായിട്ട് നല്ല റിലേഷൻസ് ഉള്ളതാണ്. പക്ഷേ അവിശ്വാസം അവർക്കും ഉണ്ട്. എന്താ അവരുടെ അവിശ്വാസം എന്ന് പറയണത്? അവർ നടുവിനെ ഇങ്ങനെ ഇത്രയും തലകുത്തി പൊട്ടിപ്പോണ വേദന 10-20 കൊല്ലമായിട്ട് അനുഭവിച്ചെങ്കിലും ഉടമ്പടി എടുത്തിട്ട് ആരോടാ പറയണത്? നമുക്ക് ഉടമ്പടിയിൽ അവർ ഇഴഞ്ഞല്ലേ ബാത്റൂമിൽ പോണത്, തിരിച്ച് ഇഴഞ്ഞു വന്നിട്ടല്ലേ ഭർത്താവിനെ വിളിക്കണത്. ഭർത്താവിനെ വിളിക്കണത് എന്തിനാണ്? നമുക്ക് ആശുപത്രി പോകാമെന്നല്ലേ പറയണത്. അപ്പോഴും ഉടമ്പടി തൈലം അവിടെ ഇരിപ്പുണ്ടല്ലോ, അതാണ് വിഷയം. അപ്പോഴും ഉടമ്പടി തൈലം അവിടെ ഇരിപ്പുണ്ടല്ലോ, അതിനെക്കുറിച്ച് അവർക്ക് ചിന്തയില്ലല്ലോ. അതാണ് ഒരു അവിശ്വാസം എന്ന് പറയണത്. വിശ്വാസമുണ്ട്, പക്ഷെ അവിശ്വാസമുണ്ട്. നമുക്കറിയത്തില്ല. അവർ ഭർത്താവ് വന്ന് രാത്രി വന്ന് ഇനി പോയാൽ നല്ല ഡോക്ടർമാരാരും കിട്ടാത്തില്ല, രാത്രിയല്ല രാവിലെ പോകാമെന്ന് വിചാരിച്ചു. രാവിലെ പോകാമെന്ന് വിചാരിച്ചപ്പോഴാണ് അവർക്കൊരു ബോധം വന്നത്. എന്താണ്? എന്തുമാത്രം സാക്ഷ്യം ഞാൻ കേൾക്കണം ഉടമ്പടി തൈലത്തിൻ്റെ. അതെൻ്റെ വീട്ടിലുണ്ട്. കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പണ്ടാര വിശ്വാസം ഉടമ്പടിയിൽ. കാര്യം അതുങ്ങൾക്ക് ഓരോ രോഗവും ജലദോഷവും പനിയൊക്കെ വരുമ്പോൾ അതുങ്ങൾ തന്നെ എടുത്ത് തേക്കുന്നത് ഉടമ്പടി തൈലമാണ്. അപ്പോൾ അതുങ്ങൾ സ്വന്തമായിട്ട് വന്ന് ഉടമ്പടി എടുത്തിരിക്കുകയാണ്. അവർക്ക് അതിലൂടെ കിട്ടിയ അനുഭവങ്ങൾ കാരണം വന്ന് ഉടമ്പടി എടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും വലിയ ചുറ്റുവട്ടങ്ങളൊക്കെ ഉള്ള തനിക്ക് എന്തുകൊണ്ട് ഉടമ്പടി തൈലം തേക്കാൻ പാടില്ല എന്നാണ് ഈ നേഴ്സിംഗ് പ്രൊഫസർ ചിന്തിക്കണത്. അവരോട് രാവിലെ എടുത്തിട്ട്, അപ്പോൾ അവർക്ക് ബോധം വന്നത്, അവർ ഉടനെ എടുത്തിട്ട് ഉടമ്പടി തൈലം എടുത്തിട്ട് വിശ്വാസപ്രമാണം തെല്ലി അവിടെ 27 കൊല്ലമായിട്ട് പൊട്ടിപ്പോണാൻ പോകുന്ന നടുവേൽ വിശ്വാസപ്രമാണം തെല്ലി തേച്ച് ആ സെക്കൻഡിന് അവിടെ വേദന പോയിട്ട് ഇന്നും വന്നിട്ടില്ല വേദന. അവിടെ സാക്ഷ്യം നിങ്ങൾ കേൾക്കണം. സാക്ഷ്യം എന്താ വെച്ചാൽ വിശ്വാസത്തിൻ്റെ ഉള്ളിലെ അവിശ്വാസമാണ് നമ്മുടെ സബ്ജക്റ്റ്. വിശ്വാസത്തിൻ്റെ ഉള്ളിലെ അവിശ്വാസം എന്ന് വെച്ചാൽ നമുക്ക് വിശ്വാസമുണ്ട്, എന്നാലും നമ്മളറിയാത്ത അവിശ്വാസം എവിടെയോ കിടപ്പുണ്ട്. അത് നിങ്ങൾ ഇടയ്ക്ക് വെളിപ്പെടുത്തി തരാൻ വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കണം. ഒന്ന് പ്രാർത്ഥിച്ച്
കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, എൻ്റെ വിശ്വാസത്തിൻ്റെ ഉള്ളിലെ എന്റെ വിശ്വാസത്തിന്റെ ഉള്ളില് പലപ്പോഴും അവിശ്വാസം കണ്ടെത്തുന്നുണ്ട്. പലപ്പോഴും അവിശ്വാസം പക്ഷേ കണ്ടെത്തുന്നുണ്ട്. എനിക്കത് മനസ്സിലാവണില്ല. എനിക്കത് മനസ്സിലാവുന്നില്ല. എൻ്റെ അവിശ്വാസത്തിന്റെ ധാരകളെ എന്റെ അവിശ്വാസത്തിന്റെ ധാരകളെ തിരിച്ചറിയാൻ എന്നെ സഹായിക്കണമേ. എന്നെ സഹായിക്കണമേ. അവിശ്വാസത്തിൽ കുറഞ്ഞ് വിശ്വാസത്തിൽ ഉയർന്ന് എന്നെ ഉടമ്പടിയുടെ പുത്തൻ സാക്ഷിയാക്കി മാറ്റണമേ. ശ്രുതികട്ടെ ഹല്ലേലൂയ. യേശുവേ നന്ദി, ദൈവപിതാവേ മഹത്വം, യേശുവേ ആരാധന. വിശ്വാസത്തിൽ എന്നും മുന്നേറിയ വിശ്വാസത്തിൽ എന്നും മുന്നേറിയ വിശ്വാസത്തിൽ ഒന്നും അസാധ്യമായി എന്റെ മുൻപിൽ ജയം എനിക്കുണ്ട്. ഒന്നും അസാധ്യമായി എന്റെ മുൻപിൽ ജയം എനിക്കുണ്ട്. വിശ്വാസത്തിൽ എന്നും മുന്നേറിയ വിശ്വാസത്തിൽ ഒന്നും അസാധ്യമായി എന്റെ മുൻപിൽ ജയം എനിക്കുണ്ട്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ. ഇങ്ങനെ അവസാനത്തെ അവിശ്വാസത്തിൻ്റെ രൂപികളെ നമ്മൾ തോൽപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നായിരിക്കും നമ്മുടെ പുരോഗതി എന്ന് പറയണത്. ഇവർ ശരിക്കും പറയാൻ റിട്ടയർഡ് ഹാൻഡ്സാണ്. ഒമാനിൽ നിന്നുള്ള ജോലിയും കഴിഞ്ഞ് വന്നിരിക്കുന്നവരാണ്. പക്ഷെ സ്വാഭാവികമായിട്ട് അവർ അമ്മയോട് ചോദിച്ചു, അമ്മേ അവർക്ക് ജോലി ഇപ്പോൾ നടുവിൻ്റെ വേദനയൊക്കെ മാറി എല്ലാം ഓക്കെ ആയവർ അവർ ചോദിച്ചത് എനിക്ക് അടുത്തൊരു ജോലി വേണമെന്ന് പറഞ്ഞു. അടുത്തൊരു ജോലി. നമ്മൾ ദൈവത്തിന് നമ്മളെ വിശ്വസിക്കാൻ കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ചോദിക്കണത് എല്ലാം ദൈവം തരും. കാര്യം അത് നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും വസിക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കുക. എടുത്ത ആ വചനം എടുത്ത 15:7 ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. യോഹന്നാൻ 15:7. യോഹന്നാൻ 15:7. നിങ്ങൾ എന്നിൽ വസിക്കുകയും പറഞ്ഞേ, നിങ്ങൾ എന്നിൽ വസിക്കുകയും എന്റെ വാക്കുകൾ നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നെങ്കിൽ ഇഷ്ടമുള്ളത് ചോദിച്ചു കൊള്ളുക നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഇവർ ഇഷ്ടമുള്ള ചോദിച്ചുകൊള്ളാനല്ലേ മേശ, അത് വാഗ്ദാനമാണേത്. ഇവരുടെ അവിശ്വാസത്തിൻ്റെ അവസാനത്തെ ബാക്ടീരിയയും കഴിഞ്ഞ് പോയപ്പോൾ ഇവർ ഓക്കെ ആയി. പിന്നെ എന്താ ഇവർ ചോദിക്കണത്? ഇവർ 10 ഏറ്റവും അടുത്ത ഒരു സ്ഥലത്ത് ഇവർക്ക് ജോലി വേണം. അത് ചോദിച്ച് 2 ദിവസത്തിനുള്ളിൽ തന്നെ അവർ ഇങ്ങോട്ട് വിളിച്ച് ഒരു CV കൊടുക്കാൻ ഇങ്ങോട്ട് വിളിച്ച് അവർ അപ്പോയിൻ്റ് ആയി. പെട്ടെന്ന് ആ സംഭവം. പിന്നെ അവർ പറഞ്ഞത് എൻ്റെ വീട് പഴയതാണ്, എൻ്റെ വീട് പുതുക്കി തന്നെ. ആ പുതിയ വീടായി. അതെല്ലാം 6 മാസത്തിനുള്ളിൽ സംഭവിക്കുകയാണ്. പിന്നെ അവർ പറഞ്ഞതിൻ്റെ കാര്യം, ഞാൻ 25 കൊല്ലമായിട്ട് വണ്ടി ഓടിച്ച്, പണ്ട് 25 കൊല്ലം മുമ്പ് ലൈസൻസ് എടുത്തതാണ്. പക്ഷേ എനിക്ക് വണ്ടി ഓടിക്കാൻ ഭയമാണ്. ലൈസൻസ് ഉണ്ട്, പക്ഷേ ഇപ്പോൾ അത് ക്യാൻസലായി പോയി കാണും. പക്ഷേ ലൈസൻസേ ഉള്ളു, വണ്ടി ഓടിക്കാൻ ഭയമാണ്. ഇപ്പോൾ അമ്മയോട് പറഞ്ഞ, അമ്മ എനിക്ക് എപ്പോഴും ഇങ്ങനെ എൻ്റെ ഭർത്താവാണ് കൊണ്ടുപോയി ഹോസ്പിറ്റലിലാക്കണത്, ജോലിക്ക് കൊണ്ടുപോകണത്, പിന്നെയും കൊണ്ടുവരികയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സമയവും എൻ്റെ സമയം തമ്മിൽ ഒക്കണില്ല. അതുകൊണ്ട് എനിക്ക് സ്വന്തമായിട്ട് വണ്ടി ഓടിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ വണ്ടി ഓടിക്കണമെന്ന് പറഞ്ഞപ്പോൾ നാട്ടിലെ അടുത്തൊരാൾ വന്നിട്ട് വണ്ടി പഠിപ്പിച്ച് 2-3 ദിവസത്തിനുള്ളിൽ ഇവരുടെ ഭയമെല്ലാം മാറി. ഇപ്പോൾ അവർ കോട്ടയത്ത് നിന്ന് സ്വന്തം വണ്ടിക്കാണ് അവരിവിടെ സാക്ഷ്യം പറയാൻ വന്നിരിക്കുന്നത്. ഒരാളിൻ്റെ ജീവിതം ഇങ്ങനെ മാറണം കണ്ട, എത്ര പെട്ടെന്നാണ് മാറണമെന്ന് നോക്കി. എന്തുകൊണ്ടാണ് ഇവർ ചോദിക്കുന്ന വിഷയങ്ങളെല്ലാം ദൈവം അതാ 15:7 പറയണത്. നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വചനം നിങ്ങൾ നിലനിൽക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചോദിക്കാമെന്ന് പറയണത്. അതാണ് വിഷയം. അത് സത്യമാണത്. അതനുസരിച്ചിട്ടാണ് എന്തൊരു മാറ്റമാണെന്ന് നോക്കിയേ ഒരാളിൽ തന്നെ ഉണ്ടാകുന്ന. ഈ റിട്ടയർഡ് ഹാൻഡ്സ് ഒന്ന് ഓർക്കണം. ഇവർ പ്രവാസികളുടെ തിരിച്ചു വരവാണ്. തിരിച്ചു വന്ന പല പ്രവാസികൾ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വളരെ വിഷമിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് ഇവരുടെ ഈ ഉണക്ക കമ്പ് പോലെ ഇരിക്കുന്ന ബദാം കായ്ച്ച് നിൽക്കുന്നത്. നമ്മുടെ ഉടമ്പടി പച്ചത്തിരി കത്തിക്കുമ്പോൾ നമ്മൾ ഓർക്കണം,
ഒത്തിരി മനുഷ്യരുടെ കരിഞ്ഞ പ്രതീക്ഷകൾ പച്ചപിടിച്ച് ബജാൻ കാഴ്ച നിൽക്കുമെന്നാണ് ഉടമ്പടി ആദ്യം തന്നപ്പോൾ പറഞ്ഞതിൻ്റെ പേരിലാണ് ഈ പച്ചത്തിരി നിങ്ങൾ കത്തിക്കുന്നത്. സന്ധ്യക്ക് പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, ഇത് കേൾക്കുന്ന എല്ലാവരുടെയും കരിഞ്ഞുപോയ ജീവിതം കർത്താവേ നിറയെ പുഷ്പിക്കാനും ഇലച്ചിലുണ്ടാകുവാനും ഞങ്ങളെ ഉടമ്പടിയുടെ പുതിയ അഭിഷേകം നൽകി അനുഗ്രഹിക്കണമേ. ശ്രുതികട ഹല്ലേലൂയ എൻ്റെ പ്രിയപ്പെട്ടവരെ, കൃപാസനത്തിലെ പ്രാർത്ഥനയിലൊരു പ്രാർത്ഥനയാണ് ശരീരവേദനയുള്ള സ്ഥലത്ത് കൈകൾ വെച്ച് പ്രാർത്ഥിക്കുന്നത്. അനേകം ആൾക്കാർ അതിൻ്റെ പേരിൽ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ എസ്മി തോമസിൻ്റെ ഒരു സാക്ഷ്യമുണ്ട്. അവരുടെ സാക്ഷ്യം എന്ന് പറയുന്നത് അവർക്ക് പ്രൊലാപ്സാണ്, യൂട്രൽ പ്രൊലാപ്സ്, ഗർഭപാത്രം ഇറങ്ങി വരുന്ന നല്ല രോഗമാണ്. അപ്പോഴിവർ ഈ ടി വി കണ്ടുകൊണ്ടിരിക്കുകയാണ്, ധ്യാനത്തിൻ്റെ ലൈവ് കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ ധ്യാനത്തിൽ പറയുന്നുണ്ട്, യൂട്രൽ പ്രൊലാപ്സ് ഉള്ള ഗർഭപാത്രം ഇറങ്ങി വരുന്ന ആൾക്കാർ വയറ്റിൽ കൈവെക്കാൻ പറയുന്നുണ്ട്. ആ സെക്കൻഡ് ഒരു വയറ്റിൽ കൈവച്ചുകൊണ്ട് വിശ്വപ്രമാണം ചെല്ലും. അപ്പോൾ മാസങ്ങളായി നിൽക്കുന്ന യൂട്രസിൻ്റെ ഇറക്കം എന്ന രോഗം അതിനാൽ സ്റ്റോപ്പാകും. അപ്പം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം, കർത്താവിൻ്റെ മുമ്പിലാണ് നിൽക്കണമെന്ന് ആദ്യം ബോധം വേണം. അതിനെ കുളിക്കുമ്പോൾ സോപ്പ് തേക്കണ പോലെ അവിടെ ഇവിടെയും കൈവച്ചിട്ട് കാര്യമില്ല. നിങ്ങൾ യേശു നാമത്തിലാണ് കൈവെക്കണമെന്ന് ഓർക്കണം. രോഗമുള്ളിടത്ത് കൈകൾ വെക്കുക. അച്ഛൻ പ്രാർത്ഥിക്കുന്നതനുസരിച്ച് കൈകൾ പല സ്ഥലത്ത് രോഗങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാറ്റി മാറ്റി നിൽക്കാം. പക്ഷേ വിശ്വാസപ്രമാണം ചൊല്ലിക്കൊണ്ടേയിരിക്കണം. വിശ്വാസപ്രമാണം അറിയാത്തവർ യേശുവെ സ്തോത്രം, യേശുവെ നന്ദി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കണം. ശ്രുതികട ഹല്ലേലൂയ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്താൽ ഉദരവേദന അനുഭവിക്കുന്നവരുടെ ഉദരങ്ങളെ കർത്താവേ, നിന്റെ ആണിപ്പെടുത്താർന്ന വലതുകരം സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന ശ്വാസകോശ രോഗികളെ, നിങ്ങൾക്ക് രോഗങ്ങളില്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്കാണ് രോഗങ്ങളുണ്ടെങ്കിൽ, നിങ്ങളുടെ വീട്ടിലാണ് രോഗങ്ങളുണ്ടെങ്കിൽ, ആ വീട്ടിലുള്ള രോഗം എവിടെയാണ് ഉള്ളത് അവിടെ വയറിൽ കൈവച്ചുകൊണ്ട് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്. കർത്താവ് നിങ്ങളെ സ്പർശിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്യുന്ന സമയമാണ്. കർത്താവേ, ശിരസിൻ്റെ വേദനയുള്ളവരെ, ക്യാൻസർ രോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ക്യാൻസർ ഉള്ളവരുണ്ട്. കർത്താവേ, നിന്റെ തിരുമുറുപാടുന്ന വലതുകരം അണിപ്രധാന അത്ഭുത കരുത്താൽ ക്യാൻസർ രോഗങ്ങളെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുമാറി കൽപ്പിക്കുന്നു. ശ്രുതികട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവ് നടുവേദനക്കാരെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് വാദരോഗികളെ സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. സർവാംഗം വാദമുള്ളവരെ കൈ പിണച്ചു വെച്ചുകൊണ്ട് സ്വസ്തികയായിട്ട് പ്രാർത്ഥിക്കട്ടെ. കർത്താവ് ത്വക്ക് രോഗികളെ, കരള് രോഗികളെ, ഗർഭാശയ രോഗികളെ, ടോൺസിലിന്റെ അസുഖങ്ങളുള്ളവരെ, തൈറോയ്ഡ് രോഗികളെ, കഴുത്തിന് അസുഖമുള്ളവരെ,
കർത്താവിൻ്റെ തിരുനിവാലം വലതുകരം, ആണിപ്രദാന അത്ഭുതകരം, അടിപ്പിണർ പോലെ വൈദാക്രമ ദൈവികമായ ശക്തിയാൽ മാർഗരോഗങ്ങൾ തീരാ വേദികൾ യേശുക്രിസ്തു നാമത്തെ മാറിപ്പോകട്ടെന്ന് കൽപ്പിക്കുന്ന ശ്രുതികട ഹല്ലേലൂയ 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 ആരാധന ആരാധന പിതാവേ നന്ദി, പിതാവേ മഹത്വം, പിതാവേ ആരാധന. സദയം തുണേ സുഖമായി എന്നെ മക്കളെ മുട്ടേ നിൽക്കുക, ശിരസിൽ കൈവച്ച് പ്രാർത്ഥിക്കേണ്ടതാണ്. സ്വന്തമായിട്ട് ശിരസിൽ കൈവെക്കണം. കർത്താവ് നിങ്ങളുടെ അനുഗ്രഹിക്കേണ്ട സമയമാണ്. റിസൾട്ട് പ്രതീക്ഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പരീക്ഷ PST പരീക്ഷ എഴുതിയിട്ടുണ്ട്, B2 എക്സാം എഴുതിയിട്ടുണ്ട്, മറ്റ് പലതരത്തിലുള്ള VFSന് പറ്റുന്ന എല്ലാ പരീക്ഷകളും എഴുതിയിട്ടുള്ളവരുണ്ട്. വിദേശ രാജ്യങ്ങൾക്ക് പോകാൻ വേണ്ടിയുള്ള പരീക്ഷകൾ എഴുതിയിട്ടുള്ളവർ, ഉപരി വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള പരീക്ഷ എഴുതിയിട്ടുള്ളവർ, അതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ, ഭവനരഹിതര്, വഴിയില്ലാത്തവർ, ജോലിയില്ലാത്തവർ, സാമ്പത്തിക കടങ്ങളാൽ പ്രയാസപ്പെടുന്നവർ, വിവാഹം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, കുടുംബമില്ലാത്തവർ, ഭർത്താവും ഭാര്യയും വേർപിരിഞ്ഞ് താമസിക്കുന്നവർ, കേസിലകപ്പെട്ടിരിക്കുന്നവർ, സർവ്വവിധ തിന്മകളും എല്ലാ തരത്തിലുള്ള വിഷമതകളും യേശുക്രിസ്തു നാമത്തിൽ നീങ്ങിപ്പോകട്ടെ കൽപ്പിക്കുന്ന ശ്രുതികട ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം മഹത്വം ആരാധന ആരാധന. ദൈവപിതാവേ നന്ദി, ദൈവപിതാവേ. കൈകൾ കൂപ്പി വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. സമാപന ആശീർവാദം. ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നുമെന്നും പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, ഇന്നു